ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പുറക്കാട്. ഫിസിക്കൽ സയൻസിൽ നമുക്ക് 12 ടോപ്പിക്കുകളാണുള്ളത്. 5 കെമിസ്ട്രി ടോപ്പിക്കുകളും 7 ഫിസിക്സ് ടോപ്പിക്കുകളടക്കം 12 ടോപ്പിക്കുകൾ. ആ 12 ടോപ്പിക്കുകളുമായിട്ട് നിങ്ങൾക്ക് 30 ചോദ്യങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. ആ ഓരോ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയിട്ടുള്ള കുറേ പോയിന്റ്സുകൾ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഘട്ട പരീക്ഷയിൽ 5 ചോദ്യങ്ങൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അല്ലെ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അഥവാ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. സൗരയൂഥം പോലെ നിങ്ങൾക്കറിയാം, സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റിക്കറങ്ങുന്നത് പോലെ ഇവിടെ ആറ്റത്തിന് എന്തുണ്ട്? കേന്ദ്രഭാഗമായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് സൂര്യൻ അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയസ് ആയിട്ടുള്ള സൂര്യനെ ചുറ്റിക്കൊണ്ട് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ആര് സഞ്ചരിക്കുന്നു? ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അഥവാ പ്ലാനറ്ററി മോഡൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അവതരിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇദ്ദേഹമാണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ്, ന്യൂക്ലിയർ സയൻസിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ചോദിച്ചാലും റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയർ സയൻസിന്റെ പിതാവ് ചോദിച്ചാലും റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ പിതാവ് ചോദിച്ചാൽ ഓട്ടോ ഹാൻ ആണ്. ആരാണ്? ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓട്ടോ ഹാൻ ആണ്. അത് വേറെ ആളാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ദെൻ ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. കോശത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണെന്ന് നമുക്കറിയാം. സെൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? കോശമർമ്മം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ദെൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അണുകേന്ദ്രം കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസിനുള്ളിലുള്ള കണമായ പ്രോട്ടോണുകളെ കണ്ടെത്തിയതും ആരാണ്? റൂദർഫോർഡ് ആണ് അല്ലെ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോണുകളെ കണ്ടെത്തിയത്. ദെൻ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയ ആര് എന്ന് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. റേഡിയോ ആക്റ്റീവ് വികിരണം എന്ന് പറയുമ്പോൾ ആൽഫയുണ്ട്, ബീറ്റയുണ്ട്, ഗാമയുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആൽഫ കണം കണ്ടെത്തിയത് ആര്? റൂദർഫോർഡ് ആണ്. ബീറ്റ കണം കണ്ടെത്തിയത് ആര്? റൂദർഫോർഡ് ആണ്. പക്ഷേ ഗാമ കണം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ പോൾ വില്ലാർഡ് ആണ്. ആരാണ്? പോൾ വില്ലാർഡ്. ഗാമ കണം, അങ്ങനെ ഒരു കണം ഉണ്ട് എന്നുള്ള കാര്യം റൂദർഫോർഡിന് അറിയായിരുന്നു. പക്ഷെ അതിന്റെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോൾ വില്ലാർഡ് ആണ് ഗാമ കണം കണ്ടെത്തിയത്. പക്ഷെ കോമൺ ആയിട്ട് റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? റൂദർഫോർഡ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ആ ഒരു പരീക്ഷണത്തിലൂടെയാണ് ഇങ്ങനെ 3 തരം കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് അല്ലെ. പോസിറ്റീവ് സൈഡിനടുത്തേക്ക് നെഗറ്റീവ് ചാർജുള്ള കണമായിട്ടുള്ള ബീറ്റ പോകും. ദെൻ നെഗറ്റീവിനടുത്തേക്ക് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പോകും. അപ്പോൾ ആൽഫയും ബീറ്റയും കണ്ടെത്തി പേര് ആര് കൊടുത്തു? റൂദർഫോർഡ് കൊടുത്തു. ദെൻ രണ്ടാലും, അതായത് പോസിറ്റീവിനാലും നെഗറ്റീവിനാലും ആകർഷിക്കാതെ ഒരു ടീം പോകുന്നുണ്ട്. അവരെ പേരൊന്നും റൂദർഫോർഡ് കൊടുത്തില്ല. അവരെ കണ്ടെത്തി പേര് നൽകിയത് പോൾ വില്ലാർഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ റേഡിയോ ആക്റ്റീവ് വികിരണം കണ്ടെത്തിയൊക്കെ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ദെൻ ആറ്റത്തിന്റെ ആധുനിക ആറ്റം മാതൃക എന്നറിയപ്പെടുന്ന ഏതാണ്? ബോർ മോഡലാണ്. ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചതാണ് നീൽസ് ബോർ ആണ്. ബോർ മാതൃക എന്നാണത് അറിയപ്പെടുന്നത്. ഷെൽ മോഡൽ എന്നത് അറിയപ്പെടും അല്ലെ. ഷെൽ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. അതായത് ന്യൂക്ലിയസുകൾ വൃത്താകാര പാതയിൽ അല്ലേ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകാര പാതയിൽ ഇലക്ട്രോണുകൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? റൂദർഫോർഡ് പറഞ്ഞു. വൃത്താകാര പാതയിൽ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? റൂദർഫോർഡ് സൗരയൂഥ മാതൃകയിൽ പറഞ്ഞു. ദെൻ ആ ചുറ്റി സഞ്ചരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതായത് അതിന്റെ പേര് ഓർബിറ്റിലൂടെയാണ്. അതായത് അതിനെ ഷെല്ലുകൾ അഥവാ ഓർബിറ്റ് എന്ന് ആര് വിളിച്ചു? ഇദ്ദേഹം വിളിച്ചു, നീൽസ് ബോർ വിളിച്ചു. അപ്പം ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിലൂടെ അഥവാ ഷെല്ലുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ആര് പറഞ്ഞു? നീൽസ് ബോർ പറഞ്ഞു. അതാണ് ബോർ മാതൃക. അതായത് റുദർഫോർഡിന്റെ മാതൃക ഒന്ന് പരിഷ്കരിച്ച് എടുത്തതാണ് ആര്? നീൽസ് ബോർ എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക ആറ്റം മാതൃക ആരുടേതാണ്? നീൽസ് ബോർ ആണ്. ദെൻ ഈ ഷെല്ലുകളെ നമ്മൾ ഊർജ്ജ നിലകൾ എന്ന് വിളിക്കും അല്ലേ. ഷെല്ലുകൾ എന്ത് വിളിക്കും? എനർജി ലെവൽസ് അഥവാ ഊർജ്ജ നിലകൾ എന്ന് പറയാറുണ്ട്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം ഡാഷ്. ഒരു സാധ്യതയുള്ള ചോദ്യമാണത്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ഏറ്റവും അടുത്ത് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ നമ്പർ ഇങ്ങനെ പോകുന്നില്ലേ? KLMNO ഇങ്ങനെ പോകും കേട്ടോ. KLMN വരെയല്ല, അതൊക്കെ തിയററ്റിക്കലി അങ്ങോട്ട് MNO എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവാം. ഓക്കെ, പ്രാക്ടിക്കലി നമ്മൾ കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ എന്ന് പറയും. കെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ് അല്ലേ. എൽ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. എം ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. എൻ ഷെല്ല് 32 ആണ്. ഒന്നുമില്ല, എത്രാമത്തെ ഷെല്ലിലാണോ, എൻ ഷെല്ലിലാണെങ്കിൽ ആ
ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2n² എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ n പകരം 1 കൊടുക്കുക, രണ്ടാമത്തെ ആണെങ്കിൽ n പകരം 2 കൊടുക്കുക, ആ രീതിയിലാണ് അല്ലേ. അപ്പോൾ 2, 8, 18, 32 ഇങ്ങനെ പോകും അല്ലേ. ഇനി അഞ്ചാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പരമാവധി കൊള്ളും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? അത് നിങ്ങൾ അധികം ചോദിച്ചു കഴിഞ്ഞാൽ ഞെട്ടും ചെയ്യണ്ട, പഠിച്ചില്ലല്ലോ, ഞാൻ ഇതുവരെ പഠിച്ചില്ലല്ലോ, n വരെയല്ലേ പഠിച്ചുള്ളൂ എന്ന് ചിന്തിക്കുകയും വേണ്ട. അഞ്ചാമത്തെ ഷെല്ലല്ലേ, അപ്പോൾ 2n², 5² 25, 2 × 25 50. അങ്ങോട്ട് എത്ര വേണമെങ്കിൽ അതേപോലെ നമുക്ക് പറയാം. പ്രാക്ടിക്കലി KLMN അത്രയും വേണ്ടി നമുക്ക് അതുകൊണ്ട് അതേ ചോദിക്കാറുള്ളൂ. ദെൻ അതേപോലെ എന്തുണ്ട്, ഓരോ ഷെല്ലുകൾക്കും സബ് ഷെല്ലുകളുണ്ട്. സബ് ഷെല്ലുകൾ ഏതൊക്കെയാ? SPDF വിശദമായിട്ട് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. SPDF എന്നിങ്ങനെ സബ് ഷെല്ലുകളുണ്ട്. അതിൽ ആദ്യത്തെ ഷെല്ലായ K ഷെല്ലിന് ഒരു സബ് ഷെല്ല് മാത്രം, S മാത്രം. രണ്ടാമത്തെ ഷെല്ലിന് 2 സബ് ഷെൽ, S ഉം P ഉം. മൂന്നാമത്തെ ഷെല്ലിന് 3 സബ് ഷെൽ, S ഉം P ഉം D ഉം. നാലാമത്തെ ഷെല്ലായ N ഷെല്ലിന് 4 സബ് ഷെല്ലും ഉണ്ട്, S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്, F ഉണ്ട്. അപ്പോൾ ഒരു ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളെ അതിലുള്ള സബ് ഷെല്ലുകളിൽ ക്രമീകരിക്കേണ്ടി വരും. അപ്പം K ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ, K ഷെല്ലിന് ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അപ്പോൾ S സബ് ഷെല്ല്, അപ്പോൾ S സബ് ഷെല്ലിൽ എത്ര കൊള്ളും? 2 എണ്ണം കൊള്ളും. അപ്പോൾ S സബ് ഷെല്ലിൽ എത്ര? 2 എണ്ണം. ദെൻ L ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, പക്ഷേ L ഷെല്ലിന് S ഉം ഉണ്ട്, P ഉം ഉണ്ട്. S ൽ 2 എണ്ണേ കൊള്ളൂ, ബാക്കിയുള്ള 8ൽ 6 എണ്ണം ഇല്ലേ, 8 എണ്ണത്തിൽ L ഷെല്ലിൽ 8 എണ്ണം കൊള്ളൂലേ, ബാക്കി 6 എണ്ണം ഇല്ലേ, അതാർക്ക് പോകും? P യിൽ പോകും. അപ്പോൾ P യിൽ എത്ര എണ്ണം? 6 എണ്ണം. അപ്പോൾ ആ രീതിയിലാണ് ഓരോന്നും. പക്ഷെ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. S 2 ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 കൂട്ടി അങ്ങ് പോയാൽ മതി. S 2 ആണെങ്കിൽ P 6, D 10, F 14. അപ്പോൾ സബ് ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അറിഞ്ഞിരിക്കുക. ദെൻ ഒരു ഓർബിറ്റലിൽ കൊള്ളാവുന്ന ഒരു ഓർബിറ്റിൽ S ഓർബിറ്റിലായാലും P ഓർബിറ്റിലായാലും D ആയാലും F ആയാലും ഒക്കെ ഒരു ഓർബിറ്റിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ഇലക്ട്രോൺ ആണെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അപ്പോൾ ആറ്റം മാതൃകയിൽ സൗരയൂഥ മാതൃക റൂദർഫോർഡ് ആണ്. ബോർ മാതൃക ആരാണ്? നീൽസ് ബോർ ആണ്. ആധുനിക ആറ്റം മാതൃക നീൽസ് ബോർ ആണ്. ദെൻ പ്ലം പുഡിംഗ് മാതൃക ഒരു പഴയ മാതൃകയാണ്. പ്ലം പുഡിംഗ്, പ്ലമ്മില് ചുറ്റും പുഡിങ്സ് പതറിയ പോലെ പ്ലം പുഡിംഗ് മാതൃക ആരാണ്? JJ തോംസൺ ആണ് പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. ആരാണ്? JJ തോംസൺ ആണ്. പിന്നെ 2 റാങ്ക് മേക്കിംഗ് കോഴ്സിനായിട്ട് വരാവുന്ന ചോദ്യങ്ങളാണ്. ബില്യാർഡ്സ് ബോൾ മാതൃക അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ബില്യാർഡ്സ് ബോൾ മാതൃക, ആറ്റത്തിന്റെ ബില്യാർഡ്സ് ബോൾ മാതൃക അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടണും. ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക ഒരു ആധുനിക ആറ്റം മാതൃകയാണ്, ആധുനിക കാലത്തിൽ ഒരു പ്രധാന മാതൃകയാണ്. ഇലക്ട്രോൺ ക്ലൗഡ് മോഡൽ അവതരിപ്പിച്ചത് ഇർവിൻ ഷ്രോഡിഞ്ചർ ആണ്. ആരാണ്? ഇർവിൻ ഷ്രോഡിഞ്ചർ എന്ന് ഓർമ്മിച്ചാൽ മതി. ഇലക്ട്രോൺ ക്ലൗഡ് മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ഇർവിൻ ഷ്രോഡിഞ്ചർ ആണ് ഇലക്ട്രോൺ ക്ലൗഡ് മോഡൽ അവതരിപ്പിച്ചത്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്നൊക്കെ വിളിക്കുക കേട്ടോ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ് ഓക്കെ. ക്വാണ്ടം തിയറി ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ് അല്ലേ. അത് എന്താണ്? പ്രകാശമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ക്വാണ്ടം സിദ്ധാന്തം അതാരുടേതാണ്? മാക്സ് പ്ലാങ്കിൻ്റെതാണ്. ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആരുടേതാണ്? ഷ്രോഡിഞ്ചർ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ ക്യൂബിക് മോഡലൊക്കെ ഉണ്ടാവും, നമുക്ക് വേണ്ട ഗിൽബർട്ട് ലെവിസ് ഒക്കെയാണ് വിട്ടേക്ക്. അപ്പം ഞാൻ ഇതിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ആധുനിക ആറ്റം മാതൃക എന്ന് ചോദിച്ചാൽ ആരാണ്? നീൽസ് ബോർ ആണ്. ആധുനിക ആറ്റം സിദ്ധാന്തം ചോദിച്ചാൽ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. മാറിപ്പോറതെ ആധുനിക ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം. ദെൻ ആദ്യ ആറ്റം സിദ്ധാന്തം അല്ലെങ്കിൽ പ്രാചീന ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? കണാദനാണ്. ഇനി ആദ്യ ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ച് കണാദനൊന്നും ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ഡാൾട്ടൺ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ എഴുതിക്കൊള്ളുക. അപ്പോൾ അത് ആധുനികം എന്നുള്ള ചിന്തയൊന്നുമില്ല, അത് ആദ്യത്തേത് പ്രധാനപ്പെട്ട അംഗീകരിക്കപ്പെട്ട ആദ്യത്തെ എന്നുള്ള അർത്ഥത്തിൽ അങ്ങ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആദ്യ ആറ്റം സിദ്ധാന്തം അല്ലെങ്കിൽ ആധുനിക ആറ്റം സിദ്ധാന്തം ആരുടേതാണ്? ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ പ്രാചീന ആറ്റം സിദ്ധാന്തമായി കണക്കാക്കുന്നത് കണാദൻ അല്ലേ. പദാർത്ഥങ്ങളെല്ലാം അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണെന്ന് കണാദൻ പറഞ്ഞു. കണാദൻ പറഞ്ഞു. ഓക്കെ, ആരാണ്? ഉലൂക കണാദ മുനിയാണ് എന്ത് പ്രാചീന ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇനി കണാദൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാവുന്ന ഒരു കക്ഷിയാണ് ഡെമോക്രിറ്റസ്. ഗ്രീക്ക് തത്വചിന്തകരായിട്ടുള്ള ഡെമോക്രിറ്റസും ലൂസിപ്പസും ഒക്കെ ഇങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം പ്രാചീന ആറ്റം സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഏറ്റവും സാധ്യത കണാദൻ ഉണ്ടാവും. കണാദൻ ഇല്ലെങ്കിൽ ഡെമോക്രിറ്റസ് അല്ലെങ്കിൽ ലൂസിപ്പസ് ഒക്കെ ഉണ്ടാവും. പരീക്ഷയിൽ ഡെമോക്രിറ്റസ് ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്, കണാദൻ ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ആധുനിക ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ ആണെന്ന് ഓർത്തു വെക്കുക. പിന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സ് കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ആറ്റത്തിൻ്റെ ഒരു മൂലകത്തിൻ്റെ അല്ലെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഏത്? ആറ്റം അല്ലേ. ഒരു മൂലകത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്രയാണെന്ന് ഓർമ്മിക്കുക. രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റവും ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണെന്ന് ഓർമ്മിച്ചു വെക്കുക. ദെൻ തന്മാത്രകൾ നമ്മൾ ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു അറ്റോമികം എന്നൊക്കെ വേർതിരിക്കാറുണ്ട്. ഒരു തന്മാത്രയിൽ അടങ്ങിയ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഏകാറ്റോമികം ഒറ്റൊരാറ്റം അല്ലേ, ദ്വയാറ്റോമികം 2 ആറ്റം, ബഹു അറ്റോമികം പോളി അറ്റോമിക്
രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയത്. അതാണ് ബഹു അറ്റോമികം. ഇങ്ങനെ വേർതിരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏകാറ്റോമിക തന്മാത്രകളാണ് എല്ലാ ലോഹങ്ങളും അലസവാതകങ്ങളും. ഇങ്ങനെ പഠിച്ചാൽ എളുപ്പമായി. അവിടെ നിന്ന് ഇവിടുന്ന് കാണുന്ന 1-2 ഉദാഹരണങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പരീക്ഷയിൽ വരുമ്പോൾ വേറെ ഒന്നും ചോദിച്ചാൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു വെക്കുക. അലസവാതകങ്ങളും ലോഹങ്ങളും. അലസവാതകങ്ങൾ ഇനി ഹീലിയം പ്രത്യേകം എടുത്ത് ചോദിച്ചാൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ ഇങ്ങനെയുള്ള അലസവാതകങ്ങളൊക്കെ ഏകാറ്റോമികമാണ്. ലോഹങ്ങൾ ഏകാറ്റോമികമാണ്. അപ്പോൾ അലസവാതകങ്ങളും ലോഹങ്ങളും ഏകാറ്റോമിക തന്മാത്രകളാണ്. ദെൻ സ്ഥിരം ചോദ്യം, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള 3 വാതകങ്ങളല്ലേ? ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. 3 പ്രധാന വാതകങ്ങൾ, ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും. പിന്നെയോ ഫ്ലൂറിൻ, ക്ലോറിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ. അതായത് നിങ്ങൾക്ക് വാതകം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. പിന്നെ ഹാലജൻ കുടുംബത്തിലെ 2 വാതകങ്ങളായിട്ടുള്ള ഫ്ലൂറിനും ക്ലോറിനും. ഇതൊക്കെ എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രകളാണ്. എന്താണ്? ദ്വയാറ്റോമിക. 2 ആറ്റങ്ങളാണ്. എച്ച് അല്ലേ? എച്ച് എന്ന് പറയുമ്പോൾ ഒരു ആറ്റം. അപ്പോൾ ഒരു തന്മാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? H2 ആണ്. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നതാണെന്ത്? ഒരു ഹൈഡ്രജൻ തന്മാത്ര. ഒരു നൈട്രജൻ തന്മാത്ര എന്ന് പറയുമ്പോൾ N2 ആണ്. ഒരു ഓക്സിജൻ തന്മാത്ര എന്ന് പറയുമ്പോൾ O2 ആണ് അല്ലേ? ഒരു ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ F2 ആണ്. ഒരു ക്ലോറിൻ തന്മാത്ര എന്ന് പറയുമ്പോൾ Cl2 ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. O2 എന്ന് പറഞ്ഞാൽ O2 അല്ലേ? 2 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയതാണ് ഒരു ഓക്സിജൻ തന്മാത്ര അല്ലേ? 3 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയതാണെന്ത്? ഒരു ഓസോൺ തന്മാത്ര എന്നുള്ള കൂടെ അറിഞ്ഞിരിക്കുക. ഒരു ഓസോൺ തന്മാത്രയിൽ എത്ര ആറ്റങ്ങളാണ്? 3 ആറ്റങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഓസോൺ അല്ലേ? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദെൻ 2-ൽ കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയതിനെ നമ്മൾ ബഹു അറ്റോമിക തന്മാത്രകൾ എന്ന് പറയും. ബഹു അറ്റോമിക തന്മാത്രകൾ. മൂലകങ്ങൾ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ. ഒന്ന് ഫോസ്ഫറസും ഒന്ന് സൾഫറും. ഇത്രയും സാധനങ്ങൾ പഠിച്ച ഇവിടെയുള്ള ചോദ്യം കഴിഞ്ഞു. ഓക്കെ, ഫോസ്ഫറസും സൾഫറും. P4S8, 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 P4S അതിൻ്റെ ഇരട്ടി S8. അപ്പം ഫോസ്ഫറസ് 4ഉം സൾഫർ 8ഉമാണ്. ഒരു ഫോസ്ഫറസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 4. P4S8. സൾഫർ 8. സൾഫർ, ഒരു സൾഫർ തന്മാത്ര എത്ര ആറ്റങ്ങളാണ്? 8 ആറ്റങ്ങളാണെന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റനായിട്ട് ബന്ധപ്പെട്ട് പ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക്കിൽ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് എടുത്തിട്ടുള്ള ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കുകൾ വരുമ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകും. കാരണം നമ്മൾ ടോപ്പിക് വൈസ് എടുത്തതാണ്, റിവിഷൻ ചെയ്തതാണ്. അല്ലാത്ത ഓരോ ക്വസ്റ്റൻ വരുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയും. ഓക്കെ, നമ്മൾ എടുത്തിട്ടില്ലാത്തതാണല്ലോ, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ പറയും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ്. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് എന്താ? ഐസോട്ടോണുകളാണ്. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് എന്ത് വിളിക്കുക? ഐസോട്ടോൺ. ISOTONE. NE. ഓക്കെ, ന്യൂട്രോൺ ഈക്വൽ. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. NE അവസാനത്തെ 2 വാക്കില്ലേ? NE ഈക്വൽ നമ്പർ ഓഫ് ന്യൂട്രോൺ എന്നുള്ള അർത്ഥത്തിലാണ് ഐസോട്ടോൺ. ഓക്കെ, യെസ്. ഐസോ മീൻസ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ. അതാണെന്ത്? ഐസോട്ടോണുകൾ എന്ന് പറയും. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോട്ടോണുകൾ എന്ന് പറയുക. എന്താ ഐസോടോപ്പ് എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയുന്നതാണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള അല്ലേ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് അല്ലേ? ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ ആറ്റങ്ങളായിരിക്കും. ഒരേ അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ ഒരു മൂലകത്തിനല്ലേ ഒരു അറ്റോമിക നമ്പർ ഉണ്ടാവും. ഹൈഡ്രജൻ 1, ഹീലിയം 2 അല്ലേ? ലിഥിയം 3. അപ്പോൾ ഒരു മൂലകത്തിന് ഒരു അറ്റോമിക നമ്പറാണ്. അപ്പോൾ ഒരേ അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ അത് ഒരു മൂലകം തന്നെയായിരിക്കും. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ വിവിധ ആറ്റങ്ങളാണെന്ത്? ഐസോടോപ്പുകൾ എന്ന് പറയുക. അതിൽ സ്ഥിരം ചോദിക്കുന്നതാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഹൈഡ്രജന് 3 പ്രധാന ഐസോടോപ്പുകളാണ്. പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പ്. അപ്പോൾ ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പ് പറയുമ്പോൾ 3ൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കില്ലേ? എത്ര? 1 ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. പക്ഷെ എന്ത് വ്യത്യാസം ഉണ്ടാവും? മാസ് നമ്പർ വ്യത്യാസം ഉണ്ടാവും അല്ലേ? പ്രൊട്ടിയത്തിൻ്റെ മാസ് നമ്പർ 1 ആണ്. ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് നമ്പർ 2 ആണ്. ട്രിഷിയത്തിൻ്റെ മാസ് നമ്പർ 3 ആണ്. ഓർമ്മിക്കാൻ എളുപ്പമാണ്. 1 ഡൈ ഓർമ്മിക്കുക 2, ട്രിഷിയം ട്രൈ 3. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മാസ് നമ്പർ 1 ഉള്ളത് പ്രൊട്ടിയം, മാസ് നമ്പർ 2 ഉള്ളത് ഡ്യൂട്ടീരിയം, മാസ് നമ്പർ 3 ഉള്ളത് ട്രിഷിയം. അപ്പോൾ മാസ് നമ്പർ ഓരോന്നിൻ്റെ അറിയാം, അറ്റോമിക് നമ്പർ എല്ലാത്തിനും 1 ആണെന്നറിയാം. അപ്പോൾ പിന്നെ അവിടെ നിങ്ങൾക്ക് ന്യൂട്രോണിൻ്റെ എണ്ണവും കണ്ടുപിടിക്കാം. കാരണം നിങ്ങൾക്കറിയാം ഒരു സിമ്പൽ എഴുതുമ്പോൾ അല്ലേ? ഇപ്പോൾ ഹൈഡ്രജൻ H അല്ലേ എഴുതുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്ത് താഴെ എഴുതുന്നതാണ് എന്ത്? അതിൻ്റെ അറ്റോമിക് നമ്പർ. ഇടതുഭാഗത്ത് മുകളിൽ എഴുതുന്നതാണ് എന്ത്? അതിൻ്റെ മാസ് നമ്പർ. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആ മൂലകത്തിൻ്റെ ആറ്റത്തിലടങ്ങിയ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ട് പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് എന്ത്? അറ്റോമിക് നമ്പർ. ദെൻ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിലടങ്ങിയ ന്യൂട്രോണിൻ്റെയും
പ്രോട്ടോണിൻ്റെയും ആകെ എണ്ണമാണ് എന്ത് മാസ് നമ്പർ. അതായത് ന്യൂട്രോണും പ്രോട്ടോണും എവിടെ ഉള്ളതടോ ന്യൂക്ലിയസിന് ഉള്ളിലല്ലേ. ന്യൂക്ലിയസിന് ഉള്ളിലായുള്ള കണങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കും. അപ്പം ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമാണ് മാസ് നമ്പർ. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും കൂടെ എണ്ണമാണ്, ആകെ എണ്ണമാണ് മാസ് നമ്പർ എന്നറിയപ്പെടുക. അപ്പോൾ നോക്കിയേ നിങ്ങൾ, മാസ് നമ്പർ അറിയാം, അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ പിന്നെ എല്ലാത്തിൻ്റെ എണ്ണം പറഞ്ഞൂടെ? കാരണം എന്താ, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം കിട്ടി, പ്രോട്ടോണിൻ്റെ എണ്ണോ ഇലക്ട്രോണിൻ്റെ എണ്ണോ എല്ലായിടത്തിലും തുല്യമായിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും കിട്ടി. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണും പ്രോട്ടോണും കൂടെയുള്ള എണ്ണമാണ് മാസ് നമ്പർ. പ്രോട്ടോൺ ഓൾറെഡി നമുക്കറിയാം, അറ്റോമിക് നമ്പർ അറിയുന്നതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണം അറിയാം. അപ്പോൾ പിന്നെ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം അഥവാ അറ്റോമിക് നമ്പർ കുറച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? ന്യൂട്രോണിൻ്റെ എണ്ണമായിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ LDCയിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു സിമ്പിൾ വെച്ചിട്ട് അറ്റോമിക് നമ്പറും മാസ് നമ്പറൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. ഇത് എന്തിന് ഉദാഹരണമാണ്? ഐസോടോപ്പാണോ, ഐസോബാറാണോ, ഐസോട്ടോൺ ആണോ എന്നുള്ള ഉദാഹരണങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നുമില്ല, ഇത് സിമ്പിളായിട്ട് ചിന്തിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ സെയിം അല്ലേ, അപ്പോൾ അത് ഒരു മൂലകം തന്നെയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഐസോടോപ്പ് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഐസോടോപ്പ് ഒരിക്കലും ഇപ്പോൾ H12 പിന്നെന്താ He12 എന്ന് പറഞ്ഞ് കാണില്ല, അത് ഹീലിയത്തിൻ്റെ വേറെയാ. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ ആറ്റങ്ങളാണ് ഐസോടോപ്പ്. അപ്പോൾ അതെപ്പോഴും ഒരേ മൂലകം തന്നെയായിരിക്കും. ഓക്കെ അല്ലേ. ദെൻ ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള എന്താണ്? വിവിധ മൂലകങ്ങളാണ്. വ്യത്യസ്ത അറ്റോമിക നമ്പർ എന്ന് കേട്ടാൽ തന്നെ അറിയാലോ, വിവിധ മൂലകങ്ങളായിരിക്കില്ലേ. അപ്പോൾ 2 മൂലകങ്ങളായിരിക്കും. അപ്പോൾ ഒരിക്കലും അത് ഒരു മൂലകമായിരിക്കില്ല, 2 മൂലകങ്ങളായിരിക്കും. അപ്പോൾ 2 മൂലകങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ മാസ് നമ്പർ മുകളിലല്ലേ എഴുതുക. അപ്പോൾ മുകളിൽ എഴുതിയ രണ്ടിൻ്റെയും മുകളിൽ എഴുതിയ സംഖ്യ ഒരേപോലെയാണെങ്കിൽ അതെന്താണ്? ഐസോബാർ ആണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം ചോദിച്ചാൽ ആവും പറയാൻ പറ്റും. കാരണം മുകളിൽ മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, താഴെ അറ്റോമിക നമ്പറും കൊടുത്തിട്ടുണ്ട്. ആ മുകളിൽ കൊടുത്തതിൽ നിന്ന് താഴെ കൊടുത്താൽ കുറച്ചാൽ കിട്ടുന്ന എണ്ണം എന്തിൻ്റെ എണ്ണമാണ്? ന്യൂട്രോണിൻ്റെ എണ്ണമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും 2 മൂലകങ്ങൾ തന്നിട്ട് ന്യൂട്രോണിൻ്റെ എണ്ണങ്ങൾ നോക്കുമ്പോൾ രണ്ടിടത്തിലും ന്യൂട്രോണിൻ്റെ എണ്ണം തുല്യമാണെങ്കിൽ അതാണ് എന്ത്? ഐസോട്ടോൺ എന്ന് പറയുന്നത്. എന്താണ്? ഐസോട്ടോൺ എന്ന് പറയും. അപ്പോൾ ഐസോട്ടോൺ എന്താണ്? ഒരേ അല്ലേ, ന്യൂട്രോണുകളുടെ എണ്ണം ഒരേപോലെയുള്ള ആറ്റങ്ങളാണ്. അപ്പോൾ അതും എന്തായിരിക്കും? വ്യത്യസ്ത മൂലകങ്ങളായിരിക്കും അല്ലേ. ഉറപ്പല്ലേ? യെസ്. അപ്പോൾ അതെന്തായിരിക്കും? വ്യത്യസ്ത മൂലകങ്ങളായിരിക്കും. അപ്പോൾ ഐസോബാറും ഐസോട്ടോണൊക്കെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളായിരിക്കും. ഐസോ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ മൂലകത്തിൻ്റെ തന്നെയായിരിക്കും. ഐസോടോപ്പ്, TOPE, പ്രോട്ടോൺ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണം തുല്യം, അതായത് അറ്റോമിക നമ്പർ തുല്യം. അതാണ് എന്താ? ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർമ്മിച്ച് വെക്കുക. പിന്നെ പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം മറന്നുപോണ്ട, ഓരോന്നിൻ്റെയും മാസ് നമ്പർ അറിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരും. പിന്നെ എന്താ, ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും ഭാരം കൂടിയത് ഏതാ? ട്രിഷ്യമാണ് അല്ലേ. ഏറ്റവും ലഘുവായത് ഏതാ? പ്രൊട്ടിയമാണ്. ദെൻ ഘനജലത്തിൽ അടങ്ങിയത് ഏതാ? ഡ്യൂട്ടീരിയമാണ്. ഘനജലത്തിൽ അടങ്ങിയതാണ് ഡ്യൂട്ടീരിയമാണ്. സാധാരണ ജലത്തിൽ പ്രൊട്ടിയാണ് ഉണ്ടാകുക. ദെൻ ഘനജലത്തിൽ എന്താണ്? ഡ്യൂട്ടീരിയമാണ്. ഘനജലം എന്ന് പറഞ്ഞാൽ ഡൈ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്, D2O ആണ്. ഡൈ ഡ്യൂട്ടീരിയം ഓക്സൈഡ്, സിമ്പിളായിട്ട് പറയുമ്പോൾ ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയാം. ഡൈ ഡ്യൂട്ടീരിയം ഓക്സൈഡ് അല്ലെങ്കിൽ ഡൈ ഡ്യൂട്ടീരിയം മോണോ ഓക്സൈഡ്, ഒരു ഓക്സിജൻ അല്ലേ. അപ്പോൾ മോണോ ഓക്സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ട് പറയുമ്പോൾ ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഘനജലം അഥവാ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കേണ്ട ഒരു സാധനമാണ് കാർബണിൻ്റെ ഐസോടോപ്പ്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14, ഇതൊക്കെ കാർബണിൻ്റെ ഐസോടോപ്പുകളാണ്. 12, 13, 14 ഇവിടെ എന്തിനായിരിക്കും സൂചിപ്പിക്കുക? അതിൻ്റെ മാസ് നമ്പറാണ്. അറ്റോമിക് നമ്പർ കാർബണിൻ്റെ 6 അല്ലേ, അത് ഇത് 3 സെയിം ആയിരിക്കും. മാസ് നമ്പറാണ് ഇവിടെ വ്യത്യാസം, 12, 13, 14. അപ്പം കാർബൺ ഐസോടോപ്പുകളിൽ റേഡിയോ കാർബൺ എന്നറിയപ്പെടുന്ന ഏതാ? കാർബൺ 14 കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കും അല്ലേ. സ്ഥിരം ചോദ്യമാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? റേഡിയോ കാർബൺ അഥവാ കാർബൺ 14 ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സിമ്പിൾ തന്നു ചോദിച്ചാലും പ്രോബ്ലം ഇല്ലല്ലോ. യെസ്, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചാൽ കിട്ടുന്നത് എന്തിൻ്റെ എണ്ണ? ന്യൂട്രോണിൻ്റെ എണ്ണ. മാസ് നമ്പർ ഇടതുഭാഗത്ത് മുകളിൽ എഴുതുന്നു, അറ്റോമിക നമ്പർ ഇടതുഭാഗത്ത് താഴെ എഴുതുന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ ഏറ്റവും സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ആ 3 ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. പ്രോട്ടോൺ റുദർഫോർഡ്, ന്യൂക്ലിയസും റുദർഫോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇലക്ട്രോൺ JJ തോംസൺ, ദെൻ ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണെന്നുള്ളതും ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ അവിടെ ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക. പോസിറ്റീവ് ചാർജ് ആണല്ലോ പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജ് ആണല്ലോ ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്തതാണല്ലോ ന്യൂട്രോൺ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പം പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ഏതാ? പ്രോട്ടോണുകൾ. ഈ പ്രോട്ടോണുകളുടെ സാന്നിധ്യം ആദ്യമായി മനസ്സിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് റുദർഫോർഡ് അല്ല.
പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ സാന്നിധ്യം ആദ്യമായി മനസ്സിലാക്കിയത് ആരാണ്? ഗോൾഡ്സ്റ്റീൻ ആണ്. യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് ഓർമ്മിച്ചാൽ മതി. ഗോൾഡ്സ്റ്റീൻ ആണ് പോസിറ്റീവ് ചാർജുകളുടെ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ആദ്യമായി മനസ്സിലാക്കുന്നത്. പ്രോട്ടോൺ എന്നൊക്കെ കണ്ടുപിടിച്ചതും പിന്നീട് പേര് നൽകിയതൊക്കെ ആരാണ്? റൂദർഫോർഡ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെക്കുക. അപ്പം ആറ്റവും മാറ്റത്തിൻ്റെ ഘടന എന്നുള്ള ടോപ്പിക്ക് ഞാൻ ഏറ്റവും ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക്ക് അയിരുകളും ധാതുക്കളുമാണ്. ഞാൻ വിശദമായിട്ട് എടുക്കില്ല, കാരണം എന്താണ്, നമ്മൾ എടുത്തതാണ്, റിവിഷൻ ചെയ്ത ടോപ്പിക്കാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണെന്ത്? കലാമിൻ. സിങ്ക് ബ്ലെൻഡും കലാമിനും എന്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, പേരിന്ന് കിട്ടുന്നതാണ്. അതേപോലെ കോപ്പർ പിറൈറ്റിസ് അല്ലേ, കോപ്പർ പിറൈറ്റിസും കുപ്രൈറ്റും, കോപ്പർ പിറൈറ്റ്സ് അല്ലെങ്കിൽ കോപ്പർ പൈറൈറ്റ്സ് എന്നൊക്കെ പറയും കേട്ടോ. കോപ്പർ പിറൈറ്റ്സ്, കുപ്രൈറ്റ് ഇതൊക്കെ കോപ്പറിൻ്റെ അയിരാണ്. അവിടെ സ്ഥിരം ചോദിക്കുക മാലക്കൈറ്റ് ആണ്. മാലക്കൈറ്റ്, ചാക്കോസൈറ്റ് ഇതൊക്കെ കോപ്പറിൻ്റെതാണ്. മാലക്കൈറ്റ്, ചാക്കോസൈറ്റ്. മാലക്കൈറ്റിനെ ഒന്ന് നോട്ടപ്പുള്ളിയാക്കി വെച്ചു. മാലക്കൈറ്റ്, ചാക്കോസൈറ്റ്, കോപ്പർ പിറൈറ്റ്സ്, കുപ്രൈറ്റ് ഇതൊക്കെ ഏതാണ്? കോപ്പർ അഥവാ ചെമ്പിൻ്റെ അയിരാണ്. ഓക്കെ, ദെൻ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ലെമണൈറ്റും സിഡറൈറ്റും. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലെമണൈറ്റ്, സിഡറൈറ്റ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. LP സ്കൂൾ HMLS എന്ന് പറഞ്ഞല്ലേ. യെസ്, ഇരുമ്പിൻ്റെ അയിരുകളാണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താ? അയൺ പിറൈറ്റിസ് ആണ്. അയൺ പൈറൈറ്റ്സ് അല്ലെങ്കിൽ അയൺ പിറൈറ്റിസ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. ആ ഒരു തിളക്കമാണ്, സ്വർണം പോലെയുള്ള തിളക്കവും നിറമൊക്കെ ആയതുകൊണ്ടാണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. ഇരുമ്പിൻ്റെ ഒരു ധാതുവാണ് അയൺ പിറൈറ്റിസ് എന്ന് പറയും. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ ആ ടോപ്പിക്ക് ഫുള്ളായിട്ട് പഠിക്കാത്ത ആളുകൾക്ക് പോലും ഇത് പഠിച്ചാൽ ചോദ്യം ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അയിരുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേറെ ഓരോന്നിൻ്റെയും അയിരുകൾ പ്രധാനപ്പെട്ടുണ്ടല്ലേ. സിന്നബർ, മെർക്കുറി ആണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മൾ വിശദമായിട്ട് എടുത്ത ടോപ്പിക്കാണ്. പിന്നെ ഒന്നത് ഓർമ്മിച്ച് വെച്ച സാധ്യതയുള്ളൊരു ചോദ്യമാണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് ഏതിൻ്റെതാണ്? അലൂമിനിയത്തിൻ്റെ ആണ്. അലൂമിനിയത്തിൻ്റെ അയിരായി പൊതുവെ ഉപയോഗിക്കുക ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണെന്ത്? ക്രയോലൈറ്റ്. അലൂമിനിയം അടങ്ങിയ ധാതുവാണ് ക്രയോലൈറ്റ്. കളിമണ്ണിൽ അടങ്ങിയ ലോഹം, അബ്രത്തിൽ അടങ്ങിയ ലോഹം എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്? അലൂമിനിയം കേട്ടോ. കളിമണ്ണ് അല്ലെ, കളിമണ്ണ് അഥവാ ക്ലേ, കളിമണ്ണിൽ അടങ്ങിയ ലോഹം ഏതാണ്? അലൂമിനിയമാണ്. അബ്രം, മൈക്ക അഥവാ അബ്രത്തിൽ അടങ്ങിയ ലോഹം ചോദിച്ചാൽ ഏതാണ്? അലൂമിനിയമാണ്. ക്രയോലൈറ്റിൽ അടങ്ങിയ ലോഹം ഏതാണ്? അലൂമിനിയമാണ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയും. ഏതാണ്? ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. Al2O3 ആണ്. അലൂമിനിയം ഓക്സൈഡ് ആണ്. Al2, അലൂമിനിയം 2, ഓക്സിജൻ 3, Al2O3, 2H2O. അതിൻ്റെ കൂടെ ജലാംശം ഉണ്ട്, 2H2O ആണ്. Al2O3, 2H2O. ഇത് മാത്രം ഞാൻ ഫോർമുല പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ? യെസ്, അപ്പോൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. Al2O3, 2H2O എന്താണ്? ബോക്സൈറ്റ് ആണ്, അലൂമിനിയത്തിൻ്റെ അയിരാണ്. അലൂമിനിയം ആദ്യമായി നിർമ്മിച്ചത് ഹാൻസ് ഈസ്റ്റഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. അലൂമിനിയം ആദ്യമായി നിർമ്മിച്ചത് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് ആണ്. അലൂമിനിയം ആദ്യമായി നിർമ്മിച്ചത് ഹാൻസ് ഈസ്റ്റഡ് എന്ന് ഓർമ്മിച്ചാൽ മതി. എന്നാൽ അലൂമിനിയത്തിൻ്റെ വ്യാവസായിക നിർമ്മാണമാണ് ഹാൾ ഹെറാൾട്ട് പ്രക്രിയ. ഹാൾ ഹെറാൾട്ട്, രണ്ടാളുകളാണ്, മാർട്ടിൻ ഹാളും ഹെറാൾട്ടും. അലൂമിനിയം ആദ്യമായി നിർമ്മിച്ചത് ഈസ്റ്റഡും അലൂമിനിയം ബോക്സൈറ്റിൽ നിന്ന് ആദ്യമായി നിർമ്മിച്ചത് മാർട്ടിൻ ഹാളുമാണ്. അതുകൊണ്ട് ഹാൾ ഹെറാൾട്ട് പ്രക്രിയ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അലൂമിനിയത്തിൻ്റെ നിർമ്മാണമാണ്. ബ്ലാസ്റ്റ് ഫർണേസ് പ്രക്രിയ, ഇഷ്ടംപോലെ പ്രക്രിയകളുണ്ട്, ഞാനിത് മാത്രമേ പറയുന്നുള്ളൂ. ബ്ലാസ്റ്റ് ഫർണേസ് പ്രക്രിയ ഏതാണ്? ഇരുമ്പ് നിർമ്മാണ പ്രക്രിയയാണെന്ത്? ബ്ലാസ്റ്റ് ഫർണേസ് പ്രക്രിയ. ദെൻ ഹേബർ പ്രക്രിയ ഏതാണ്? യെസ്, അമോണിയ നിർമ്മാണമാണെന്ത്? ഹേബർ പ്രക്രിയ. PSC ഏറ്റവും കൂടുതൽ ആവർത്തിച്ച പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അമോണിയ നിർമ്മാണം അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ എന്നാണ്. ബെസിമർ പ്രക്രിയ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റീലാണ്. ഉരുക്ക് അഥവാ സ്റ്റീലിൻ്റെ നിർമ്മാണമാണെന്ത്? ബെസിമർ പ്രോസസ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത്രയും എങ്കിലും തൽക്കാലം അറിഞ്ഞിരിക്കുക, ബാക്കിയൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. അയിരിലടങ്ങിയ മാലിന്യങ്ങളെയാണ് എന്ത് വിളിക്കുക? ഗ്യാങ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അയിരിലടങ്ങിയ മാലിന്യങ്ങളെ ഗ്യാങ് എന്ന് വിളിക്കുന്നു. ആ മാലിന്യങ്ങൾ നീക്കാൻ, മാലിന്യം അഥവാ അപദ്രവ്യം, അതാണ് ഗ്യാങ്. ആ ഗ്യാങ്ങിനെ നീക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥമാണെന്ത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഫ്ലക്സ്. അയിരിലിന് മാലിന്യം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ എന്ത് വിളിക്കും? ഫ്ലക്സ് എന്ന് പറയും. ഇനി ഗ്യാങ്ങിൻ്റെ കൂടെ ഫ്ലക്സ് ചേർത്താൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ലാഗ് എന്ന് പറയുക. എന്താണ്? സ്ലാഗ്. ഗ്യാങ്ങും ഫ്ലക്സും കൂടെ ചേർന്നതാണെന്ത്? സ്ലാഗ് ആണ്. ഓക്കെ, യെസ്, ആ 3 പോയിന്റുകൾ ഓർമ്മിച്ച് വെക്കുക. നല്ല പ്രാധാന്യമുള്ള 3 ചോദ്യങ്ങളാണ്. ഒരു
ലോഹത്തിൻ്റെ അയിരിൽ നിന്ന് അതിലടങ്ങിയിരിക്കുന്ന മാലിന്യം അഥവാ അപദ്രവ്യം അഥവാ ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ അയിരിൻ്റെ സാന്ദ്രണം എന്ന് പറയുക. എന്താണ് അയിരിൻ്റെ സാന്ദ്രണം എന്ന് പറയും. ബോക്സൈറ്റ്, അലൂമിനിയത്തിൻ്റെ അയിരാണല്ലോ ബോക്സൈറ്റ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേര് ലീച്ചിങ് എന്നാണ്. എന്താണ് ലീച്ചിങ്? പലതരം സാന്ദ്രണ പ്രക്രിയകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലീച്ചിങ് ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട് അല്ലേ, ലെവിഗേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ബോക്സൈറ്റിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ അല്ലെങ്കിൽ ബോക്സൈറ്റിൻ്റെ സാന്ദ്രീകരണ പ്രക്രിയ എന്താണ്? ലീച്ചിങ് എന്നാണ് അറിയപ്പെടുന്നത്. ആ പ്രോസസ്സ് ലീച്ചിങ് ആണ്. പിന്നെ അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, സാന്ദ്രീകരിച്ച അയിരിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റും അല്ലേ. ലോഹ നിഷ്കർഷണം, മെറ്റലർജി നമ്മൾ പഠിച്ചാണ് ഓരോ ഘട്ടവും. അതിൽ സാന്ദ്രീകരിച്ച് നമുക്ക് കിട്ടുന്ന അയിരിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റണം ആദ്യഘട്ടത്തിൽ. അങ്ങനെ ഓക്സൈഡ് ആക്കാൻ 2 പ്രക്രിയകളാണ് നമ്മൾ പഠിച്ചത്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. എന്തൊക്കെയാണ്? കാൽസിനേഷനും റോസ്റ്റിങ്ങും. ആ 2 പോയിന്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. റോസ്റ്റിങ്ങിൻ്റെ തുടക്കത്തിലെ ഓ ഉണ്ടല്ലോ, അതിൻ്റെ പ്രിഫിക്സ് ഉണ്ടല്ലോ, ആദ്യ കഷ്ണം, അതിൽ തന്നെ ഓ ഉണ്ടല്ലോ. കാൽസിനേഷൻ അവസാനത്തെ കഷ്ണം ഉണ്ട്, അത് പ്രിഫിക്സ് അല്ല സഫിക്സ് അല്ലേ, ION, അത് വിട്ടേക്ക്. അപ്പോൾ തുടക്കത്തിലുള്ള പ്രിഫിക്സിൽ ഓ ഉള്ളത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ, ഓ ഇല്ലാത്തത് ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ എന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പം റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ അയിരിന അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതിനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുക. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ, ആ പോയിന്റാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കം വരെ അല്ലെ അതിൻ്റെ താഴെ വരെ ചൂടാക്കുന്നതിനെയാണ് എന്ത് പറയുക? കാൽസിനേഷൻ എന്ന് പറയുക. അപ്പോൾ റോസ്റ്റിങ്ങും കാൽസിനേഷനും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്സിജൻ സാന്നിധ്യം റോസ്റ്റിംഗ്, ROA ഓക്സിജൻ അല്ലേ, റോസ്റ്റിംഗ്. ഓക്സിജൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ കാൽസിനേഷൻ എന്ന് പറയും. ഇത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റാനുള്ള പ്രക്രിയയാണ്. ഓക്കെ, കാൽസിനേഷനും റോസ്റ്റിങ്ങും അറിഞ്ഞിരിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട്. ഇനി അടുത്ത ടോപ്പിക്ക് മൂലകങ്ങളും അവയുടെ വർഗീകരണവുമാണ്. മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ചത്, മൂലകങ്ങളെ ത്രികങ്ങൾ ആയി വർഗീകരിച്ചത് ആരാണ്? ഡോബറൈനറാണ്. ആരാണ്? ഡോബറൈനർ. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചൊരു ചോദ്യമാണ്. ഇവിടെ വർഗീകരണമായിട്ട് ബന്ധപ്പെട്ട 8 സയൻറ്റിസ്റ്റുകളെ കുറിച്ച് വിശദമായിട്ട് ഞാൻ ട്രെൻഡി ടോപ്പിക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ട്രെൻഡി ടോപ്പിക്സ് നിർബന്ധമായി റിവൈസ് ചെയ്യുക. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് LDC എന്ന് പറഞ്ഞതില്ലാന്ന് തോന്നുന്നു, പരീക്ഷകളിൽ ചില 20 മാർക്കിൻ്റെ ഒക്കെ ചില പരീക്ഷകളൊക്കെ ഉണ്ട്. ആ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ആ സാധനങ്ങൾ ചെയ്യുക, ട്രെൻഡി ടോപ്പിക്സ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ അടുത്തൊരു 40 വീതം ചോദ്യങ്ങൾ ഓരോ മൊഡ്യൂളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് നോക്കിയിട്ട് ഏത് ഫോൾഡറിലാണെന്ന് ഞാൻ കാണുന്നില്ല. അത് നിങ്ങളിവിടെ കുറേ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ എൻട്രി മെൻറ്റേഴ്സ് ഉണ്ടാകില്ല, അവർ പറഞ്ഞു തരും. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓരോ മൊഡ്യൂളിൽ നിന്നും 40 വീതം ചോദ്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറും. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 എന്നൊക്കെ ആയിട്ട് ഒരു പ്രവചനം പോലെയുള്ള കുറേ ചോദ്യങ്ങൾ ഓരോ ഇതിൽ നിന്നും കുറച്ച് മുമ്പേ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് നോക്കിയിട്ട് എവിടെയുള്ളതെന്ന് കാണുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അത് നോക്കിയിട്ട് ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് മെൻറ്റേഴ്സ് പറഞ്ഞു തരും, നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, അതെല്ലാം നോക്കി പഠിച്ച് വെക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ചതാരാണ്? ഡോബറൈനറാണ്. 9 ആളുകളെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അവരിലേക്ക് പോകുന്നില്ല. വേണമെങ്കിൽ ഒന്ന് സ്പീഡിലൊന്ന് പറഞ്ഞു പോകാം അല്ലെ. ഓരോരുത്തരെയും നിങ്ങൾക്കറിയാമല്ലോ. തുടക്കം ലാവോസിയർ ആണെന്ന് അറിയാം. ലോഹം അലോഹം അല്ലേ, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് അല്ലെങ്കിൽ ലോഹം അലോഹം എന്നിങ്ങനെ വേർതിരിച്ചത് ആരാണ്? ലാവോസിയർ ആണ്. 1759 വർഷത്തിന് വലിയ പ്രാധാന്യമില്ല. 18-ാം നൂറ്റാണ്ടിലാണ് അല്ലേ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഗില്ലറ്റിൻ കൊണ്ട് കഴുത്തിറക്കപ്പെട്ട ആളാണ് ലാവോസിയർ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എല്ലാവർക്കും അറിയാം, 1759. അപ്പോൾ ലോഹം അലോഹം എന്നിങ്ങനെ വേർതിരിച്ചത് ലാവോസിയർ. ദെൻ ത്രികങ്ങൾ, 3 അടങ്ങിയ മൂലകം, അതാണ് ത്രികം. 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകൾ, അതാണ് ത്രികങ്ങൾ എന്ന് പറയാം. മൂലകങ്ങളെ ത്രികങ്ങളായി വർഗീകരിച്ചത് ആരാണ്? ഡോബറൈനറാണ്. ആരാണ്? ഡോബറൈനർ. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിട്ട് മാറാൻ സാധ്യതയുള്ളതാണ് ടെലൂറിക് ഹെലിക്സ് മോഡൽ. ഓക്കെ, യെസ്, ആവർത്തന പട്ടികയുടെ ടെലൂറിക് ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ ടെലൂറിക് സ്ക്രൂ മോഡൽ എന്നൊക്കെ പറയും. ടെലൂറിക് ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ ടെലൂറിക് സ്ക്രൂ മോഡൽ അവതരിപ്പിച്ചത് എമിൽ ബഗ്വേർ ഡി ചാൻകുർട്ടോയ്സ് എന്നാണ്. നീണ്ട പേരാണ്. പരീക്ഷയിൽ എമിൽ ബഗ്വേർ എന്ന് മാത്രമായിട്ടും കൊടുത്തിട്ടുണ്ട്, കൂടുതലും കൊടുക്കുക ചാൻകുർട്ടോയ്സ് എന്ന് മാത്രമായിട്ടാണ്. അപ്പോൾ ഫുൾ നെയിം തന്നെ അറിഞ്ഞിരിക്കണത് എമിൽ ബഗ്വേർ ഡി ചാൻകുർട്ടോയ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ലേറ്റുകളിൽ അച്ഛനമ്മമാരോട് ദേഷ്യം പിടിക്കുക അല്ലേ, ഇത്രയും നീണ്ട പേരൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കാനാണോ. അപ്പോൾ എമിൽ ബഗ്വേർ ഡി ചാൻകുർട്ടോയ്സ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ചാൻകുർട്ടോയ്സ് ആണ് കൂടുതലും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ടെലൂറിക് ഹെലിക്സ് മോഡൽ. ദെൻ അഷ്ടക നിയമം അവതരിപ്പിച്ചത് ആരാ? ന്യൂലാൻഡ്സ് ആണ്. അഷ്ടക നിയമം അവതരിപ്പിച്ചു 1863-64 കാലഘട്ടത്തിൽ. ഇദ്ദേഹം അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ആളാണ് ആര്? ന്യൂലാൻഡ്സ്. ഓക്കെ, അഷ്ടക നിയമം അവതരിപ്പിച്ചു. ദെൻ അറ്റോമിക വ്യാപ്തം, ആവർത്തന പട്ടികയിൽ അറ്റോമിക വ്യാപ്തം ആദ്യമായി രേഖപ്പെടുത്തിയതും തിളനില, മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാങ്കം, ഇതൊക്കെ ആദ്യമായി രേഖപ്പെടുത്തിയ ആരാന്ന് ചോദിച്ചാൽ ലോതർ മേയർ ആണ്. ആരാണ്? ലോതർ മേയർ. ഒരു നിർണായക ചോദ്യമായിട്ട് മാറും വന്നു കഴിഞ്ഞാൽ. ഓക്കെ,
ആവർത്തന പട്ടികയിൽ അറ്റോമിക വ്യാപ്തവും ദ്രവണാങ്കവും തിളനിലയൊക്കെ രേഖപ്പെടുത്തി തുടങ്ങിയത് ആരാണ്? ലോതർ മേയർ ആണ്. ആരാണ്? ലോതർ മേയർ. പിന്നെയുള്ള രണ്ടാൾക്കാർ എല്ലാവർക്കും അറിയുന്നതാണ് മെൻഡലീഫും മോസ്ലിയും, അല്ലേ? ഹെൻറി മോസ്ലിയും ദിമിത്രി മെൻഡലീഫും. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫ്, ആവർത്തന നിയമവും മെൻഡലീഫ്. അതിൻ്റെ കൂടെ രണ്ടിൻ്റെയും കൂടെ ആധുനികം ചേർത്താൽ ആരായി? മോസ്ലി ആയി. ഓക്കെ അല്ലേ? ആധുനിക ആവർത്തന നിയമവും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവും. ആവർത്തന നിയമം അഥവാ പീരിയോഡിക് ലോ, ഓക്കെ, അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കുക കേട്ടോ, പീരിയോഡിക് നിയമം. ഓക്കെ, ആധുനിക പീരിയോഡിക് നിയമം ആരാണ്? മോസ്ലിയാണ്. പീരിയോഡിക് നിയമം ചോദിച്ചാൽ മെൻഡലീഫ്, ആധുനികം ചോദിച്ചാൽ രണ്ടിലെയും കാര്യത്തിൽ ആര് വരും? മോസ്ലി വരും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അവിടെ വർഷം ഒന്ന് പഠിച്ചു വെച്ചോ. 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പുറത്തിറക്കുന്നത്. 1869 ദിമിത്രി മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പുറത്തിറക്കുന്നത്. അവിടെ വർഷം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയിൽ. 1913 അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ 13 ഡിസംബർ 14. അപ്പം ചില പരീക്ഷ 13, ചില പരീക്ഷ 14 കാണാറുണ്ട്. അവിടെ അന്ന് 13, 14 ഓർമ്മിക്കുക. 1913, 14 കാലഘട്ടത്തിലാണ്. സ്കൂൾ പാഠപുസ്തകത്തിലൊക്കെ 1913 കൊടുത്തിരിക്കുന്നത്. ആര്? ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ വരുന്നത്. അതെന്താണ്? അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ്, അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര്? ഹെൻറി മോസ്ലി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിൽ നിന്നൊരു ചോദ്യം മിക്കവാറും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ മോസ്ലിയെ സഹായിച്ച പരീക്ഷണമാണ് ഡാഷ്. ഏതാ പരീക്ഷണം? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം. ഓക്കെ, എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെയാണ് ഹെൻറി മോസ്ലി എന്ത് മനസ്സിലാക്കുന്നത്? മൂലകങ്ങളുടെ അറ്റോമിക നമ്പറിനെയാണ് ഓരോ മൂലകങ്ങളുടെയും ഈ രാസപരമായതും, അല്ലേ, ഇതിൻ്റെ ഭൗതികപരമായിട്ടുള്ള പ്രത്യേകതകൾ ആശ്രയിച്ചിരിക്കുന്നത് അതിൻ്റെ അറ്റോമിക നമ്പറിനെയാണെന്ന് ഹെൻറി മോസ്ലി മനസ്സിലാക്കിയത് ഏത് പരീക്ഷണത്തിലൂടെയാണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണമാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം ഹെൻറി മോസ്ലി. ആരാണ്? ഹെൻറി മോസ്ലി. പിന്നെ എക്സ്റേ കണ്ടുപിടിച്ച ആരാന്ന് എല്ലാവർക്കും അറിയാലോ. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺസൺ ആണ്. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം റോൺസൺ ആണ്. എന്ത് കണ്ടുപിടിച്ചത്? എക്സ്റേ. എക്സ് പുതിയതായിട്ടൊരു രശ്മി കണ്ടെത്തിയപ്പോൾ അതിന് തൽക്കാലം അറിയാത്തതിനല്ല നമ്മൾ എക്സൽ ഇടുക. കണക്ക് ചെയ്യുന്ന ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, എക്സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേരും കൊടുത്താണ്. പിന്നെ ആ പേരിനെ സ്വീകരിച്ചു. എക്സ്റേ ആണ്. ആരാണ്? വില്യം റോൺസൺ ആണ് എക്സ്റേ കണ്ടെത്തിയത്. പിന്നെ പരീക്ഷണം ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ടെണ്ണം. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷണമാണ് ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ആരുടേതാണ്? റൂദർഫോർഡ് ആണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്. ആ ഡിഗ്രി ലെവലിൽ അങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ. നിങ്ങളുടെ പരീക്ഷയിൽ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നിന്നേക്ക് സിമ്പിളായിട്ട് ചോദിക്കുക. അപ്പം ഗോൾഡ് ഫോയിൽ പരീക്ഷണം ആരാണ്? റുദർഫോർഡ് ആണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ദെൻ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് മില്ലിക്കൻ ആണ്. അത് ഓർത്ത് വെച്ചോട്ടോ. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം മില്ലിക്കൻ. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം മില്ലിക്കനും ഗോൾഡ് ഫോയിൽ പരീക്ഷണം റുദർഫോർഡും. ദെൻ കാത്തോഡ് റേ ട്യൂബ് പരീക്ഷണം. കാത്തോഡ് റേ ട്യൂബ്, കാത്തോഡ് റേ, ഓക്കെ, കാത്തോഡ് റേ ട്യൂബ് പരീക്ഷണം അല്ലെങ്കിൽ ക്രൂക്സ് ട്യൂബ് എന്ന് പറയട്ടെ. ക്രൂക്സ് ആളെ പേരാണ് വില്യം ക്രൂക്സ്. ക്രൂക്സ് ട്യൂബ്. അപ്പോൾ ക്രൂക്സ് ട്യൂബ് പരീക്ഷണം അല്ലെങ്കിൽ കാത്തോഡ് റേ ട്യൂബ് പരീക്ഷണം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ ജെ തോംസൺ ആണ്. അപ്പോൾ ഏതൊക്കെ ഓർത്ത് വെക്കേണ്ടത് നിങ്ങൾ? ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ആയിക്കേ ഓർമ്മിച്ച് വെച്ചേ. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് ആരാ? മോസ്ലി. ദെൻ ഗോൾഡ് ഫോയിൽ പരീക്ഷണം റുദർഫോർഡ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് മില്ലിക്കൻ. കാത്തോഡ് റേ ട്യൂബ് പരീക്ഷണം അല്ലെങ്കിൽ ക്രൂക്സ് ട്യൂബ് പരീക്ഷണം ആരാണ്? ജെ തോംസൺ. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം റോൺസൺ ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ്? മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ക്രമപ്പെടുത്തിയത് ഈ പരീക്ഷണത്തിലൂടെ കാര്യം മനസ്സിലാക്കിയിട്ടാണ്. അദ്ദേഹം എന്ത് മനസ്സിലാക്കി? മൂലകങ്ങളുടെ പ്രത്യേകതകൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് ആധുനിക ആവർത്തന നിയമം. അവതരിപ്പിച്ചതോ ഹെൻറി മോസ്ലിയാണ്. അതിനു മുമ്പ് വിചാരിച്ചത് ഈ മൂലകങ്ങളുടെയൊക്കെ പ്രത്യേകത ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണെന്ന? അറ്റോമിക മാസിനെയാണെന്ന്. അതാണ് ആവർത്തന നിയമം. അവതരിപ്പിച്ചത് മെൻഡലീഫാണ്. അത് തിരുത്തി മോസ്ലി എന്ത് കൊണ്ടുവന്നു? ആധുനിക ആവർത്തന നിയമം കൊണ്ടുവന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ച് നോക്കൂ. അടുത്ത ടോപ്പിക് എന്താ? ഹൈഡ്രജനും ഓക്സിജനും. 2 ചോദ്യങ്ങൾ ഞാൻ പറയുന്നു. ഒന്ന്, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഉത്തരം വരുന്നതും ഓക്സിജൻ ഉത്തരം വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കൂടാതെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉത്തരം വരുന്നതും ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ആസിഡ് ഉത്തരം വരുന്നതും ആൽക്കലി ഉത്തരം വരുന്നതും ഒക്കെ എന്ത് ചെയ്യണം? ഇവിടെ പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ടോപ്പിക്കിൽ വിശദമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ ആണ്. അവിടെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്.
വളരെ പ്രധാന ചോദ്യമാണ്. ദെൻ ആസിഡും നേരെ വിപരീത സ്വഭാവമുള്ള ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും? ജലം ഉണ്ടാവും, ലവണം ഉണ്ടാവും. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ചാൽ, ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചാൽ ജലവും ലവണവും ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? നിർവീരീകരണം. എന്താണ്? നിർവീരീകരണം എന്ന് പറയും. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയാണെന്ത്? നിർവീരീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 കാര്യങ്ങളും ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ച എല്ലാവർക്കും അറിയാം, കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയർ ആണ്. രണ്ടും പ്രധാന ചോദ്യം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്, ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയർ ആണ്. ഓക്കെ, കാവൻഡിഷ് കണ്ടുപിടിച്ച സമയത്ത് ഇദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് ഇൻഫ്ലെയിമബിൾ എയർ അല്ലെങ്കിൽ കത്തുന്ന വായു എന്നാണ്. കത്തുന്ന വായു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. അല്ലെങ്കിൽ കാവൻഡിഷ് കത്തുന്ന വായു എന്ന് വിശേഷിപ്പിച്ച് ഏതിനാന്ന് ചോദിച്ചാൽ ഹൈഡ്രജനെയാണ്. ഓക്കെ, പിന്നീട് ലാവോസിയർ പേര് നൽകി ഹൈഡ്രജൻ, ജലം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോജൻ. ഹൈഡ്രോ വെള്ളം, ജൻ ഉൽപ്പാദിപ്പിക്കുക. അപ്പം വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന എന്നർത്ഥമുള്ള മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. പേര് നൽകിയത് ലാവോസിയർ ആണ്. ദെൻ ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ഓക്കെ, അതിനു മുമ്പ് ഓക്സിജൻ കാൾ വില്യം ഷീലെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഓക്സിജൻ്റെ പാറ്റന്റ് ആരുടെ പേരിലാണ്? യെസ്, പ്രീസ്ലിയുടെ പേരിലാണ്. ഷീലയുടെ പ്രസാധകർ എന്ത് ചെയ്തില്ല? ഇത് പബ്ലിഷ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയില്ല. പക്ഷേ ആർക്ക് മുന്നേ? പ്രീസ്ലിക്ക് മുമ്പേ ആര് കണ്ടെത്തിയിട്ടുണ്ട്? കാൾ വില്യം ഷീലെ ഓക്സിജൻ കണ്ടെത്തിയിട്ടുണ്ട്. പ്രീസ്ലി കണ്ടെത്തുന്നതിന് 2-3 കൊല്ലം മുമ്പേ ആര് കണ്ടെത്തിയിട്ടുണ്ട്? ഷീലെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പരീക്ഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓക്സിജൻ ആദ്യമായി കണ്ടെത്തിയത് ആര്? ഷീലയാണ് ഉത്തരം കൊടുത്തത്. പക്ഷേ ഓക്സിജൻ കണ്ടെത്തിയ ആരെന്ന് ചോദിച്ചാൽ പൊതുവേ ഉത്തരം കൊടുക്കുക ആരാണ്? അതിൻ്റെ പാറ്റന്റ് സ്വന്തമായിട്ടുള്ള പ്രീസ്ലിയാണ്. അപ്പോൾ രണ്ടും ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷനിൽ രണ്ടും ഉണ്ടെങ്കിൽ കുടുങ്ങും. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഉത്തരം എഴുതണം. ഓക്സിജൻ ആദ്യമായി കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചിട്ട് പ്രീസ്ലിയും ഷീലയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചോദ്യകർത്താവ് ഷീലയാണ് ഉത്തരം പ്രതീക്ഷിക്കുന്നത്. ഇനി ഓക്സിജൻ കണ്ടെത്തിയത് ആരെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ എങ്കിൽ ഓക്സിജൻ്റെ പാറ്റന്റ് ആരുടെ പേരിലാണോ അയാളെ നിങ്ങൾ ഉത്തരം എഴുതേണ്ടിയുള്ളൂ. പ്രീസ്ലി എന്ന് എഴുതി, അത് ഷീല ഉണ്ടെങ്കിൽ പോലും പ്രീസ്ലി എഴുതിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഒരു ചോദ്യകർത്താവത്തിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ എന്ത് കൊടുക്കൂല? ഷീലനെ കൊടുക്കൂല. പിന്നെ 3 ഓപ്ഷനാ വെറുതെ അങ്ങ് ഇടുമ്പോൾ മനസ്സിൽ ചിലപ്പോൾ ഷീല വന്ന് വിട്ടുപോയാൽ, ഇതറിയാതെ വിട്ടുപോയാലേ പ്രശ്നമുള്ളൂ. അല്ലാതെ അങ്ങനെ ആരും കൊടുക്കൂല. ഓക്കെ, യെസ്. അപ്പോൾ ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഹൈഡ്രജനെ കുറിച്ചും ഓക്സിജനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഏത്? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? ഹൈഡ്രജനാണ് അല്ലേ? അതേപോലെ തന്നെ വനസ്പതി നിർമ്മാണത്തിന് വളരെ പ്രധാന ചോദ്യമാണ് അതൊക്കെ. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏതാ? ഹൈഡ്രജനാണ്. ഈ സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തി വിട്ടിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? വനസ്പതി നെയ്യ് അല്ലേ? നെയ്യ് നിർമ്മാണത്തിന് എന്നാണ് ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ഒരു സ്ഥിരം ചോദ്യമല്ലേ, കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഏത്? ഹൈഡ്രജൻ. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഏത്? ഹൈഡ്രജൻ. പക്ഷേ നമ്മൾ ഗാർഹിക ഇന്ധനമായിട്ട് അധികം ഉപയോഗിക്കാറില്ല, കാരണം അതിൻ്റെ സ്ഫോടക സ്വഭാവം കൊണ്ടാണ്. പക്ഷേ റോക്കറ്റ് പ്രൊപ്പലൻറ്റുകളിലൊക്കെ നമ്മൾ ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനും ഒക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനും ഒക്കെ എന്തായിട്ട് ഉപയോഗിക്കും? ഇന്ധനമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ അടുത്തൊരു പരീക്ഷയിൽ വന്നപ്പോൾ 2 ഓപ്ഷനുകളുള്ളതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയില്ലേ? ഇപ്പോൾ അടുത്ത ഏതൊരു VO പരീക്ഷയിലോ അങ്ങനെ ഏതൊരു പരീക്ഷയിൽ LP UPയിലോ VOയിലെട്ടാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഹൈഡ്രജനും ഓക്സിജനായിട്ട് വരും. ഓക്സിജൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, കത്താൻ സഹായിക്കുന്ന വാതകമാണ്. സസ്യങ്ങളായാലും ജന്തുക്കളായാലും ശ്വസന സമയത്ത് സ്വീകരിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണെന്ന് നിങ്ങൾക്കറിയാം. പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ശ്വസന സമയം സസ്യമായാലും ജന്തു ആയാലും ഒക്കെ സ്വീകരിക്കുക എന്താണ്? ഓക്സിജനും പുറത്തുവിടുക എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പലരും തെറ്റി പറയാറുണ്ട്. കാരണം എന്താണ്? അത് പ്രകാശ സംശ്ലേഷണ സമയത്തെ കാര്യമാണ്. എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടും. ആരെ? സസ്യങ്ങൾ. പകൽ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ സ്വീകരിച്ചിട്ട് പ്രകാശ സംശ്ലേഷണം നടത്തും. അപ്പോൾ അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് ആര് പുറത്തു പോകും? ഓക്സിജൻ പുറത്തു പോകും. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? ഓക്സിജനാണ് അല്ലേ? ഒരു 46.6%, ഒരു 45 മുതൽ 50 എന്നൊക്കെയാണ് പാഠപുസ്തകത്തിൽ കൊടുക്കുക. 46.6% എന്തുണ്ട്? ഓക്സിജൻ ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജനാണ്. നമ്മുടെ ശരീരത്തിൽ അടങ്ങിയ മൂലകങ്ങളുടെ മൊത്തം അളവിൻ്റെ 65% ആരുണ്ട്? ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ മൂലകം ഏതാണ്? ഓക്സിജനാണ്. 1 നൈട്രജൻ, 2 ആരാണ്? ഓക്സിജനാണ്. 20.95% ആരുണ്ട്? അതായത് ഏകദേശം 21% ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ്റെ 3 ആറ്റങ്ങളടങ്ങിയ തന്മാത്രയാണ് അല്ലേ? എന്ത്? ഓസോൺ തന്മാത്ര എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. അതേപോലെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ അല്ലേ, നേരത്തെ പറഞ്ഞില്ലേ, റോക്കറ്റ് പ്രൊപ്പലൻറ്റുകളിൽ ഓക്സികാരിയായിട്ട് ആര് ഉപയോഗിക്കാറുണ്ട്?
ഓക്സിജനെ ഉപയോഗിക്കാറുണ്ട്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന ആരെ തന്നെയാണ്? ഓക്സിജനെ തന്നെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ തൽക്കാലം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് റിവൈസ് ചെയ്ത പോലെ ഓർമ്മിക്കുക. നിങ്ങൾ ടോപ്പിക്കായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ദെൻ നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അമ്ലമഴ, ആസിഡ് റെയിൻ അഥവാ അമ്ലമഴയ്ക്ക് കാരണം സൾഫർ ഡൈ ഓക്സൈഡ്. നമ്മൾ 8 ചോദ്യത്തിലുള്ള 30 ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയും കുറേ സമയമുണ്ട്, എന്നാൽ പിന്നെ ഞാൻ നിർത്തുക, ക്ഷീണിച്ച് എന്ന് വിചാരിക്കണ്ട. കുറച്ച് അങ്ങോട്ട് എത്തിയാൽ വേഗം പോകും. കാരണം പിന്നെ അങ്ങോട്ട് വരാനുള്ളതൊക്കെ നമ്മൾ എടുത്ത ടോപ്പിക്കുകളാണ് അല്ലേ. ഫിസിക്സിലുള്ള ടോപ്പിക്കുകൾ അധികം നമ്മൾ എടുത്തിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ഞാൻ അയിരുകളും ധാതുക്കളെ എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ കെമിസ്ട്രി ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട്. മറ്റതൊക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് നമ്മൾ വേഗത്തിൽ പോകും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നിർത്തും. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ടെൻഷൻ അടിക്കണ്ടേ. ഓക്കെ. അപ്പം അമ്ലമഴ, ആസിഡ് റെയിൻ പ്രധാന കാരണം സൾഫർ ഡൈ ഓക്സൈഡ്. ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡാണ് ഏറ്റവും പ്രധാന കാരണക്കാരൻ. പിന്നെ നൈട്രജൻ്റെ ഓക്സൈഡുകളുണ്ട്. നൈട്രജൻ്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ NO ഉണ്ട്, NO2 ഉണ്ട് അല്ലേ. നൈട്രജൻ ഓക്സൈഡുകളിൽ 2 ഉണ്ട്. നൈട്രജൻ ഡയോക്സൈഡും ഉണ്ട്, നൈട്രിക് ഓക്സൈഡും ഉണ്ട്. NO എന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡാണ്. NO2 എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഡൈ ഓക്സൈഡാണ്. N2O എന്ന് പറഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ്. അതിവിടെ ഇല്ല കേട്ടോ. നൈട്രസ് ഓക്സൈഡ് വേറൊരു ചോദ്യം അറിയാം. ലാഫിംഗ് ഗ്യാസ്, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ഒരു അനസ്തറ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ് അല്ലേ. ചെറിയ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊക്കെ ഉണ്ട സമയത്ത് എന്ത് ചെയ്യുക, മെല്ലെ പൊട്ടിച്ചിട്ട് അങ്ങ് ശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ലോണം പൊട്ടിച്ചിരിക്കുക നമുക്ക്. ഓക്കെ. നൈട്രസ് ഓക്സൈഡ് വല്ലാണ്ട് മൂക്കിലേക്ക് വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബോധങ്ങ് പോകും കേട്ടോ. യെസ്. അപ്പോൾ അനസ്തറ്റിക് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നൈട്രസ് ഓക്സൈഡ് ഇത് നൈട്രജൻ ഡയോക്സൈഡും നൈട്രിക് ഓക്സൈഡും എന്തിന് കാരണമാവാറുണ്ട്? ആസിഡ് റെയിൻ അഥവാ അമ്ലമഴയ്ക്ക് കാരണക്കാരാവാറുണ്ട്. സൾഫറിൻ്റെ ഓക്സൈഡുകളും നൈട്രജൻ്റെ ഓക്സൈഡുകളാണ് പ്രധാന കാരണക്കാരൻ. സൾഫർ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് ജലാംശമായിട്ട് കൂടി ചേർന്ന് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. നൈട്രജൻ്റെ ഓക്സൈഡുകൾ ജലാംശമായിട്ട് ചേർന്ന് നൈട്രിക് ആസിഡ് ആയിട്ട് മാറും. ഇത് മഴവെള്ളത്തോടൊപ്പം ഭൂമിയിലേക്ക് എത്തും. അതാണെന്ത്? ആസിഡ് റെയിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ആസിഡ് അഥവാ അമ്ലത്തിൻ്റെ pH മൂല്യം എപ്പോഴും 7 കുറവായിരിക്കും. ആൽക്കലി അഥവാ ബേസിൻ്റെ pH മൂല്യം എപ്പോഴും 7 കൂടുതലായിരിക്കും. ദെൻ രണ്ടിനും ഇടയിൽ, അതായത് ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ pH മൂല്യം എത്രയായിട്ടാണ് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത്? 7 ആയിട്ടാണ് നമ്മൾ പറയുക. ന്യൂട്രൽ ലായനിക്ക് ഉദാഹരണമാണ് ശുദ്ധജലം അല്ലേ. ശുദ്ധജലം ന്യൂട്രൽ അഥവാ നിർവീര്യ ലായനിയാണ്. നിർവീര്യ ലായനിയുടെ pH മൂല്യം 7 ആണ്. 7 കുറവ് ആസിഡുകളും 7 കൂടുതൽ എന്തുമാണ്? ആൽക്കലികളാണെന്ന് പറയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട pH മൂല്യം ഓർമ്മിക്കാൻ നമ്മൾ പണ്ടൊരു തെറിയൊക്കെ വിളിച്ചില്ലായിരുന്നു, ഓർമ്മയില്ലേ? ബിക്കാ ചാമു പാജരപ്പെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ട്രെൻഡി ടോപ്പിക്സിൽ ഏതോ എടുത്ത സമയത്ത് pH മൂല്യം ട്രെൻഡി ടോപ്പിക്സിൽ എടുത്തിട്ടുണ്ട് അല്ലേ. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ബിക്കാ ചാമു പാജരപ്പെ എന്ന് പറഞ്ഞ് തെറി വിളിക്കാൻ പറഞ്ഞില്ലേ? ബിക്കാ ചാമു പാജരപ്പെ. 4.5 തുടങ്ങി 0.5 കൂട്ടി പോവാൻ 4.5 ബിയർ, 5 കാപ്പി, 5.5 ചായ അല്ലേ, 6 മൂത്രം, 6.5 പാല്, 7 ജലം, 7.4 രക്തം. 7.5 പറയണ്ട, 7.4 പറഞ്ഞത്. 7.5 പറയാൻ വലിയ തെറ്റൊന്നുമില്ല. ഓക്കെ, റൗണ്ട് ചെയ്തൊക്കെ പറയുവാണെങ്കിൽ, പക്ഷേ 7.4 സ്ഥിര ഉത്തരം കൊടുക്കുക. 7.4 രക്തം. പേസ്റ്റ്, ടൂത്ത് പേസ്റ്റിൻ്റെ മിനിമം 8. ഓക്കെ. യെസ്. അപ്പോൾ ആ രീതിയിൽ pH മൂല്യങ്ങൾ വേറെയും വളരെ പ്രധാനപ്പെട്ടൊക്കെ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക അല്ലെ. ആസിഡുകൾ അടങ്ങിയത് ഓരോന്നും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ വരാൻ സാധ്യതയുള്ളത് ഞാൻ പറയാം. ഒന്ന്, പാലും പാലുൽപ്പന്നങ്ങൾ, തൈര്, മോര്, വെണ്ണ, ഇതൊക്കെ ചോദിച്ചാൽ ഇതാണ് ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അടങ്ങിയത് അസറ്റിക് ആസിഡാണ്. വിനാഗിരി അസറ്റിക് ആസിഡാണ്. സിർക്ക അഥവാ വിനാഗിരി അസറ്റിക് ആസിഡാണ്. പുളി ടാർട്ടാറിക് ആസിഡാണ്. പുളിയിലടങ്ങിയതാണ് ടാർട്ടാറിക് ആസിഡാണ് പുളിയിലടങ്ങിയ ആസിഡ്. നാരങ്ങ എല്ലാവർക്കും അറിയാം, സിട്രിക് ആസിഡ്. നാരങ്ങ, ചെറുനാരങ്ങ, നാരങ്ങയിലൊക്കെ അടങ്ങിയത് ഏതാണ്? സിട്രിക് ആസിഡാണ്. ദെൻ ആപ്പിളിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? മാലിക് ആസിഡാണ്. ആപ്പിളിൽ അടങ്ങിയ ആസിഡാണ് മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയതാണ് മാലിക് ആസിഡാണ്. ദെൻ വാഹനങ്ങളുടെ ബാറ്ററിയിൽ, സ്റ്റോറേജ് ബാറ്ററിയിൽ, കാർ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? സൾഫ്യൂറിക് ആസിഡാണ്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂറിക് ആസിഡാണ് കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. മഷി നിർമ്മാണത്തിനും തുകൽ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. ടാനിക്, ടി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാണ്. മഷി നിർമ്മാണത്തിന് ഉപയോഗിക്കും. ദെൻ തുകൽ നിർമ്മാണത്തിന് ഉപയോഗിക്കും ആര്? ടാനിക് ആസിഡ്. ഓക്കെ. ടി, ടാനിക് ഓർമ്മിക്കുക. ടി എന്താണ്? ടി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ടാനിക് ആസിഡാണ്. ദെൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ടാമറിൻറ്റ് അല്ലേ. പുളിയിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ടാർട്ടാറിക് ആസിഡുമാണെന്ന് ഓർത്ത് വെക്കുക. തൽക്കാലം അത്രയെങ്കിലും ഓർമ്മിക്കുക. ഇഷ്ടംപോലെ ആസിഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓരോന്നിലും അടങ്ങിയത്. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം വരാനാണ് സാധ്യത. ഞാൻ ഈ പറഞ്ഞത് മിക്കവാറും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രസതന്ത്രം നിത്യജീവിതത്തിൽ അല്ലേ, അതാണ് അടുത്ത ടോപ്പിക്ക്. അതിൽ നിന്നൊരു 3 ചോദ്യങ്ങൾ, കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഒരു 3 ചോദ്യങ്ങൾ ഞാൻ പറയുന്നു നിങ്ങൾക്ക്. ഒന്ന്, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഹൈഡ്രോ കാർബണുകൾ അല്ലേ, ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളാണെന്ത്? ആൽക്കെയിനുകൾ. അതൊക്കെ പേര് ഏകദേശം ഒരേപോലെ ഉണ്ടാവും. ആൽക്കെയിൻ, ആൽക്കീൻ,
ആൽക്കൈൻ. ALKNE ആൽക്കെയിൻ, ALKENE ആൽക്കീൻ, ALKYNE ആൽക്കൈൻ. അപ്പോൾ ANE ENE YNE ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ ANE ENE YNE. അപ്പോൾ ഏകബന്ധനം ഉള്ളത് ANE, ദ്വിബന്ധനം അല്ലേ രണ്ടെണ്ണം, ദ്വിബന്ധനം ഉള്ളത് ENE, ത്രിബന്ധനം മൂന്നെണ്ണം ഉള്ളത് YNE. അപ്പോൾ ഏകബന്ധനം ആൽക്കെയിൻ ANE, ദ്വിബന്ധനം ആൽക്കീൻ ENE, ഓക്കെ, ത്രിബന്ധനം ആൽക്കൈൻ YNE. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ആ രീതിയിൽ ഓരോന്ന് ഓർമ്മിക്കുക. ഏകബന്ധനമുള്ളതും ദ്വിബന്ധനമുള്ളതും ത്രിബന്ധനമുള്ളതായിട്ടുള്ള ഹൈഡ്രോ കാർബണുകളാണ് അല്ലേ, ആൽക്കെയിനും ആൽക്കീനും ആൽക്കൈനും. അപ്പോൾ അതിൽ ഓരോന്നിലും വരുന്ന സാധനം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ ആൽക്കെയിൻ എന്താണ്? സാച്ചുറേറ്റഡ് ആണ്, പൂരിത ഹൈഡ്രോ കാർബണുകളാണ്. അതായത് ഓരോ കാർബൺ എത്രയാണോ ഉൾക്കൊള്ളാൻ പറ്റുക അത്ര ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളാണ്, പൂരിത ഹൈഡ്രോ കാർബണുകളാണ് ആൽക്കെയിനുകൾ. ചോദിക്കാറുണ്ട്. ബാക്കി രണ്ടും അപൂരിതമാണ്, അൺസാച്ചുറേറ്റഡ് ആണ്. ആൽക്കീനും ആൽക്കൈനും എന്താണ്? അൺസാച്ചുറേറ്റഡ് ആണ്, അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണുകളാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഓരോന്നിലുള്ള ഏറ്റവും ലഘുവായ ആൾ ആരാന്നുള്ളത്. നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയിൽ പേര് കൊടുക്കുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ് എന്ന് പറഞ്ഞിങ്ങനെയാണ് പോവുക. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത് METH, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ് അല്ലെ, ഇങ്ങനെ പറഞ്ഞ് കാരണം മേലോട്ട് കയറി പോവുക. അപ്പോൾ ഒരു കാർബൺ ആണെങ്കിൽ അതിൽ ആസിഡിൻ്റെ പേര് കൊടുക്കുമ്പോൾ മെത്തനോയിക് ആസിഡ് അല്ലേ, ആൽക്കഹോളിൻ്റെ പേര് കൊടുക്കുമ്പോൾ മെത്തനോൾ. ആ രീതിയിലാണ് ഓരോന്നിൻ്റെയും പേര് വരിക. അപ്പോൾ ഇവിടെ ആൽക്കെയിനുകളുടെ പേര് കൊടുക്കുമ്പോൾ ആൽക്കെയിനുകളിൽ ഒന്നാമത്തെ ആളാരായിരിക്കും? മീഥൈൻ ആയിരിക്കും. ആരാണ്? മീഥൈൻ. അല്ലേ, മെത്ത്, മീഥൈൻ. അപ്പം ആൽക്കെയിനുകളിൽ ഏറ്റവും ലഘുവായ ആൽക്കെയിൻ ഏതാണ്? മീഥൈൻ ആണ് ഏറ്റവും ലഘുവായ ആൽക്കെയിൻ. ഏതാണ്? ബയോഗ്യാസിലെയും നാച്ചുറൽ ഗ്യാസിലെയും ഒക്കെ പ്രധാന ഘടകമായിട്ടുള്ള മീഥൈനില്ലേ, ആ മീഥൈൻ ആണ്. CH4 ആണ് അതിൻ്റെ ഫോർമുല, CH4. അതായത് ആൽക്കെയിനുകളുടെ കോമൺ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഉണ്ടെങ്കിൽ അതിൽ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും? അതിൻ്റെ ഇരട്ടീൻ്റെ കൂടെ 2 കൂട്ടി അത്രയും ഉണ്ടാവും. അതായത് കാർബൺ 1 ആണെങ്കിൽ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും? 1ൻ്റെ 2 മടങ്ങ്, 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 2, അതിൻ്റെ കൂടെ 2 കൂടിയും കൂട്ടിയാൽ 4. അപ്പോൾ 2n+2 ആണ്. CN ആണെങ്കിൽ കാർബൺ N എണ്ണം ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്തുണ്ടാവും? 2n+2 എണ്ണം ഉണ്ടാവും, ഇരട്ടിയോട് 2 ചേർത്തത് ഉണ്ടാവും. അപ്പോൾ മീഥൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CH4 ആണ് മീഥൈൻ. അതാണ് ഏറ്റവും ലഘുവായ ആൽക്കെയിൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേലും മൂന്നാമത്തേലും ദ്വിബന്ധനവും ത്രിബന്ധനവും ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യത്തെ ആൾ ഉണ്ടാവില്ല, മെത്തിൽ തുടങ്ങുന്ന ആൾ അവിടെ ഉണ്ടാവില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൾ തുടങ്ങി ഏതിലാണ്? എത്തിലാണ്. അപ്പം ആൽക്കീനിൽ ഏറ്റവും ലഘുവായിട്ടുള്ള ആളാരായിരിക്കും? ഈഥീൻ. എത്തല്ലേ, പിന്നെന്ത്? ENE കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ ANE, മെത്ത്, ANE ചേർത്ത് മീഥൈൻ. അതേപോലെ ഇവിടെ എന്താണ്? ആൽക്കീനുകളിൽ ഏറ്റവും ലഘുവായ ആള് എത്ത് ചേർത്തിട്ട് ENE ചേർക്കുക. അപ്പം ഈഥീൻ. ഈ ഈഥീൻ എന്ന് പറയുന്ന ആളെയാണ് കേട്ടോ നമ്മൾ എന്ത് വിളിക്കുക? എഥിലിൻ എന്ന് വിളിക്കുക അല്ലേ. ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ, സ്വാഭാവിക ഹോർമോൺ ഏതാണ്? എഥിലിനാണ്. ആ എഥിലിനാണ് ഈഥീൻ. അപ്പോൾ ഏറ്റവും ലഘുവായ ആൽക്കീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈഥീൻ അഥവാ എഥിലിനാണ്. ഈഥീൻ അഥവാ എഥിലിനാണ്. ഈ ഈഥീൻ്റെ കൂടുതൽ തന്മാത്രകൾ അല്ലേ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പോളിത്തീൻ ഉണ്ടാക്കുക. പോളിമർ ഓഫ് ഈഥീൻ ആണ് പോളിത്തീൻ അല്ലേ. അപ്പം പോളിത്തീൻ്റെ മോണോമർ സിംഗിൾ യൂണിറ്റ്, അതാണ് മോണോമർ അല്ലേ. പോളിത്തീൻ്റെ അടിസ്ഥാന ഘടകം ഏത്, അല്ലെങ്കിൽ അതിൻ്റെ സിംഗിൾ യൂണിറ്റ് ഏത്, അല്ലെങ്കിൽ മോണോമർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈഥീൻ അഥവാ എഥിലിനാണ്. പോളി എഥിലീൻ അല്ലെങ്കിൽ പോളി ഈഥീൻ, അതാണ് നമ്മൾ സിമ്പിളായിട്ട് പോളിത്തീൻ എന്ന് പറയുന്ന സാധനം. പോളിത്തീൻ കവർ പറയില്ലേ, പ്ലാസ്റ്റിക് അല്ലേ, തെർമോപ്ലാസ്റ്റിക്കിൽ വരുന്നതാണെന്ത്? പോളിത്തീൻ. ഓക്കെ, അപ്പോൾ എഥിലിൻ്റെ കാര്യവും കിട്ടി. ഇനി മറ്റേ ആളിൽ സിമ്പിൾ ആരാ? ആൽക്കൈനുകളിൽ ഏറ്റവും ലഘുവായ ആളാരാ? മൂന്നാമത്തെ കാറ്റഗറിയിൽ ആൽക്കൈനുകൾ, അതിൽ ഏറ്റവും ലഘുവായ ആളാരായിരിക്കും? ഈഥൈൻ. ETHYNE അല്ലേ, ഈഥൈനുകളാണ്. ഇത് ബോർഡ് മേലെ എഴുതാതെ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്. ക്ലാസ്സുകളിൽ സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ബോർഡിൽ എഴുതി എടുക്കുന്നതുകൊണ്ട് ക്ലിയർ ആയി പോകും കുട്ടികൾക്ക്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് ബോർഡില്ല, ഞാൻ നോട്ടായിട്ട് ചെയ്യുന്നില്ല. കാരണം ഒരു അവസാന ഘട്ടത്തിലുള്ള ഓടിച്ചു പോക്കാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഒന്ന് റിവിഷൻ എന്നുള്ളതാണ് ഇതിനോടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാന ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുക, ഏറ്റവും സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുക. ക്യാപ്സ്യൂൾ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവസാന ഘട്ടത്തിൽ ഇതിന് മുതിരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഈഥൈൻ എന്ന് പറയും. ഈഥൈൻ്റെ മറ്റൊരു പേരാണ് അസറ്റലീൻ. ഇതൊക്കെ പേര് വരെ ഈ പറഞ്ഞ പേരാണ്. ഏറ്റവും ലഘുവായ ആൽക്കെയിൻ ഏത്? ANE. ആൽക്കെയിൻ ഏത്? മീഥൈൻ. ഓക്കെ, ഏറ്റവും ലഘുവായ ആൽക്കീൻ ഏത്? ഈഥീൻ. ENE, ഈഥീൻ. അതിൻ്റെ പേര് എഥിലിൻ. ഈഥീൻ അഥവാ എഥിലിൻ. ഏറ്റവും ലഘുവായ
ആൽക്കൈൻ ഏത്? ഏതാണ്? ആൽക്കൈൻ. ഏതാണ്? ഈഥൈൻ. ഈഥൈൻ. ETHYNE. ഈഥൈൻ. അതിൻ്റെ മറ്റൊരു പേര് അസറ്റലീൻ. ഏതാണ്? അസറ്റലീൻ. ഏറ്റവും ലഘുവായ ആൽക്കൈനാണ് ഏത്? അസറ്റലീൻ. ഓക്കെ. ഫലങ്ങൾ കൃത്രിമമായിട്ട് പഴുപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? അസറ്റലീൻ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കും. കാൽസ്യം കാർബൈഡ് ജലവുമായിട്ട് പ്രവർത്തിച്ച് എന്തായിട്ട് മാറും? അസറ്റലീനായിട്ട് മാറും. അങ്ങനെ ഫലങ്ങൾ എന്ത് ചെയ്യും? പഴുക്കും. സ്വാഭാവികമായിട്ട് പഴുക്കാൻ സഹായിക്കുന്നത് എഥിലിനാണെങ്കിൽ കൃത്രിമമായിട്ട് പഴുക്കാൻ സഹായിക്കുന്ന ഏതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ കാൽസ്യം കാർബൈഡ് എന്ന് ഉത്തരം കൊടുക്കും, അല്ലെങ്കിൽ കാൽസ്യം കാർബൈഡ് ജലവുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന സംയുക്തമായ അസറ്റലീൻ എന്നുള്ള പേരായിരിക്കും കൊടുക്കുക. ആ രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട് ഇവിടെ. അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു ആൽക്കൈനുകളുടെ ഫോർമുല എപ്പോഴും അതിൽ കാർബൺ 1 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയുടെ കൂടെ 2 ചേർന്നതായിരിക്കും എന്ത്? ഹൈഡ്രജൻ്റെ എണ്ണം. അപ്പോൾ CN ആണെങ്കിൽ H2N+2 ആയിരിക്കും. ഇനി ആൽക്കീനുകളിൽ ENE ആൽക്കീനുകളിൽ എന്താണ്? കാർബൺ N എണ്ണം ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ 2 ഇരട്ടിയായിരിക്കും അല്ലേ? 2N ആയിരിക്കും, ഇരട്ടിയായിരിക്കും. 2N ആണ്, +2 ഇല്ല, 2 അങ്ങ് പോയി. ഓക്കെ. ഇനി ആൽക്കൈൻ ആണെങ്കിൽ കാർബൺ N എണ്ണം ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എത്ര എണ്ണമായിരിക്കും? 2N-2 ആണ്. ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചതാണ്. അപ്പോൾ എത്ര ഉണ്ടാവും നോക്ക് നിങ്ങൾ. ഈ ഒന്നാമത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആളുണ്ടല്ലോ, ഈഥൈൻ അഥവാ അസറ്റലീൻ. കാർബണിൻ്റെ എണ്ണം 2 അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? 2 × 2 -2 2N-2 അല്ലേ? അപ്പോൾ 4 ന്ന് 2 കുറച്ച് 2. അപ്പോൾ C2H2 ആണ്. അസറ്റലീൻ്റെ ഫോർമുല C2H2 ആണ്. എഥിലിൻ്റെ ഫോർമുല C2H4 ആണ്. മീഥൈൻ്റെ ഫോർമുല CH4 ആണ്. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, അതിൽ മീഥൈൻ ചിലപ്പോൾ ചോദിക്കും. മീഥൈൻ്റെ ഫോർമുല CH4 ആണ്. അത് ഫോർമുല വെച്ച് തന്നെ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കുക. കുറച്ചൊക്കെ ഒരു അത്യാവശ്യം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ഫുള്ള് സിമ്പിളൊന്നും ആയിരിക്കില്ല. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ, എന്നാൽ കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ വേണം. നാലൊക്കെയല്ലേ നമുക്ക് ഒന്ന് വ്യത്യസ്തരാകാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അല്ലേ, അതായത് എല്ലാം പഠിച്ച് സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിച്ച് വരുന്ന, ഏറ്റവും ലളിതമായ കാര്യങ്ങൾ പഠിച്ചു വരുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ നന്നായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. ഓക്കെ. യെസ്. അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഡാഷ് ആണ്. എന്താണ്? എഥനോൾ ആണ്. ഗ്രേപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഗ്രേപ്പ് ആൽക്കഹോൾ അല്ലെങ്കിൽ എന്താണ് ഗ്രെയിൻ ആൽക്കഹോൾ, ഇങ്ങനെയൊക്കെ വിളിക്കുക. ഗ്രേപ്പ് മുന്തിരി, ഗ്രെയിൻ ധാന്യം. അപ്പം ഗ്രെയിൻ ആൽക്കഹോൾ അല്ലെങ്കിൽ ഗ്രേപ്പ് സ്പിരിറ്റ്, ഗ്രേപ്പ് ആൽക്കഹോൾ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ ആണ്. ഈഥൈൽ ആൽക്കഹോളിനെയാണ് എഥനോൾ എന്ന് വിളിക്കുക. മീഥൈൽ ആൽക്കഹോളിനെയാണ് മെഥനോൾ എന്ന് വിളിക്കുക. ഓക്കെ. യെസ്. അപ്പം ഗ്രേപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻ സ്പിരിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ ആണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? മെഥനോൾ ആണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണോ? എഥനോൾ ആണ് അല്ലേ? ബീവറേജ് ആയിട്ട് ഉപയോഗിക്കുന്ന, ആൽക്കഹോളിക് ബീവറേജസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ ആണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ മെഥനോൾ എന്താണ്? വിഷമാണ്. വിഷമദ്യ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് പ്രധാനമായിട്ടും മെഥനോൾ ഇതിൽ കലരുന്നതാണ്. അപ്പോൾ വിഷമദ്യ ദുരന്തങ്ങൾക്ക് കാരണം ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവും എന്താണ്? മെഥനോൾ ആണ് ഉത്തരം. ഓക്കെ. കുടിക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അവിടെ സാധ്യതയുള്ള 1-2 കാര്യങ്ങളുണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കുക. നിത്യജീവിത രസന്തരമായിട്ട് ബന്ധപ്പെട്ട സാധ്യതയുള്ള സാധനമാണോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പ്ലാസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ നിങ്ങൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു 8-10% എഥനോൾ അടങ്ങിയ സ്പിരിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാഷ് എന്ന് പറയുക. എന്താണ്? വാഷ് എന്ന് പറയും. 8 മുതൽ 10% വരെ മാത്രം ആൽക്കഹോൾ അടങ്ങിയതിനെയാണ് എന്ത് വിളിക്കുക? വാഷ്. വാറ്റുന്ന പരിപാടിയില്ലേ, അതിന് ഉപയോഗിക്കുന്നതാണ് വാഷ്. 8 മുതൽ 10% വരെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും, എഥനോൾ കണ്ടന്റ് അതിലുണ്ടാവും. അതാണ് വാഷ് എന്ന് പറയുന്നത്. ഇനി 95.6% എഥനോൾ അടങ്ങിയ ആൽക്കഹോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുക. 95.6% അതിൽ കൂടുതലും ആൽക്കഹോൾ അടങ്ങിയതിനെ അല്ലെങ്കിൽ എഥനോൾ അടങ്ങിയതിനെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനി 100% എഥനോൾ അടങ്ങിയ ആൽക്കഹോളിനെ നമ്മൾ എന്ത് വിളിക്കും? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. എന്താണ്? അബ്സല്യൂട്ട് പൂർണ്ണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 100% അടങ്ങിയത്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 95.6% കൂടുതൽ. ഓക്കെ. അതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ. ദെൻ വാഷ് എന്ന് പറയുമ്പോൾ 8 മുതൽ 10% വരെ മാത്രമേ എന്തുണ്ടാവും? അതിൽ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതേപോലെ ചോദിക്കുന്ന സാധനമുണ്ട്, 100% ആൽക്കഹോളിന് നിങ്ങൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിച്ചില്ലേ? അതേപോലെ 100% 100% അസറ്റിക് ആസിഡ് അടങ്ങിയ ലായനിയെ നമ്മൾ പറയുക ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നാണ് വിളിക്കുക. എന്താണ്? ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് 100% അസറ്റിക് ആസിഡിനെയാണ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയുക.
5 മുതൽ 8% വരെ മാത്രം അസറ്റിക് ആസിഡ് അടങ്ങിയ ലായനിയെ സൊല്യൂഷനെ നമ്മൾ പറയുക വിനാഗിരി. അപ്പോൾ വിനാഗിരി രാസപരമായി എന്താണെന്ന് ചോദിച്ചാൽ അസറ്റിക് ആസിഡ് ആണ്. പക്ഷെ ഫുൾ അസറ്റിക് ആസിഡ് ആണോ? അല്ല, നേർപ്പിച്ചതാണ്. ഒരു 5 മുതൽ 8% വരെ മാത്രമേ അതിൽ എന്തുണ്ടാവൂ? അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടാവൂ. ബാക്കി വെള്ളമാണ് ചേർത്ത് നേർപ്പിക്കുന്നതാണ്. അപ്പോൾ വിനാഗിരി എന്ന് പറയുന്നത് 5 മുതൽ 8% വരെ അസറ്റിക് ആസിഡ് അടങ്ങിയതാണ്. 100% അസറ്റിക് ആസിഡ് അടങ്ങിയതിനെ നമ്മൾ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് അത് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഡിറ്റർജൻറ്റുകളിലെ പ്രധാന ഘടകം ഏതാണ്? സൾഫണേറ്റുകളാണ്. ഡിറ്റർജൻറ്റുകളിലെ പ്രധാന ഘടകം സൾഫണേറ്റുകൾ. സൾഫണേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലവണങ്ങളാണ്. എന്തിൻ്റെ ലവണം? സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കും കേട്ടോ, ഡിറ്റർജൻറ്റുകൾ എന്നത് രാസപരമായി ഡാഷിൻ്റെ ലവണങ്ങളാണ്. എന്തിൻ്റെ ലവണ? സൾഫോണിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് ഓപ്ഷൻ ഫസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ. ചോദ്യകർത്താവിന് അങ്ങനെ ഒരു ദൗത്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിക്കണം, അല്ലെങ്കിൽ ചോദ്യം ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് സൾഫ്യൂറിക് ആസിഡ് കൊടുക്കും. സൾഫ്യൂറിക് ആസിഡ് അല്ല, സൾഫോണിക് ആസിഡാണ്. സൾഫോണിക് ആസിഡിൻ്റെ ലവണമാണ്. അതാണ് സൾഫോണേറ്റുകൾ എന്ന് പറയുന്നത്. സൾഫേറ്റ് അല്ല, സൾഫോണേറ്റുകൾ. അതാണ് ഡിറ്റർജൻറ്റുകളിലെ ഏറ്റവും പ്രധാന ഘടകം. അല്ലേ, സോപ്പും ഡിറ്റർജൻറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ജലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെ വസ്ത്രത്തിൽ നിന്ന് കഴുക്ക് നീക്കം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഷാമ്പൂലൊക്കെ ഉപയോഗിക്കും കേട്ടോ ഡിറ്റർജൻറ്റുകൾ. സോപ്പിലും ഷാമ്പൂലും ഒക്കെ എന്ത് ഉപയോഗിക്കും? ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കും കേട്ടോ. അങ്ങനെയുണ്ട്. യെസ്, അപ്പോൾ ഡിറ്റർജൻറ്റുകളിലെ പ്രധാന ഘടകം സൾഫോണേറ്റുകൾ എന്നുണ്ടാവും, അല്ലെങ്കിൽ സൾഫോണിക് ആസിഡ് എന്ന് കൊടുക്കും. പിന്നെ അവിടെ അറിഞ്ഞിരിക്കേണ്ട നിത്യജീവിതത്തിലെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 പ്രധാന കാര്യങ്ങളുണ്ട്. ഈ അലക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏത്? അതേപോലെ തന്നെ ബാത്തിങ് ബാർ, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏത്? നമുക്ക് 2 ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കുന്നതാണ്. അലക്ക് സോപ്പ് അല്ലെങ്കിൽ വാഷിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് കാസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ, CAUSTIC, കോസ്റ്റിക് സോഡ, അതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അലക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ദെൻ വാഷിംഗ് സോപ്പ്, അലക്ക് സോപ്പ്. ദെൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് അഥവാ ബാത്തിങ് ബാർ അല്ലെങ്കിൽ ടോയ്ലറ്റ് സോപ്പ് എന്നാണ് കേട്ടോ പറയുക. ടോയ്ലറ്റ് സോപ്പ് എന്നിട്ട് വരുന്ന വിചാരിക്കേണ്ട. ടോയ്ലറ്റ് സോപ്പ് എന്ന് പറയുന്നത് എന്താണ്? കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് അഥവാ ബാത്തിങ് ബാർ ആണ്. അപ്പോൾ ടോയ്ലറ്റ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മാറിപ്പോറേ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അലക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും. ദെൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെന്ന് ഓർമ്മിക്കുക, മാറിപ്പോകരുത്. അപ്പോൾ കാസ്റ്റിക് സോഡയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് ഓർമ്മിക്കുക. പിന്നെ അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, അലക്ക് കാരം എന്താ? സോഡിയം കാർബണേറ്റ് അല്ലേ അലക്ക് കാരം. അപ്പോൾ അതേപോലെ തന്നെ ചിന്തിച്ചാൽ മതി, സോഡിയം ഹൈഡ്രോക്സൈഡാണ് അലക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. രണ്ടും സോഡിയത്തിൻ്റെ ആണെന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ അലക്ക് കാരം എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ അപ്പക്കാരം എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. ബേക്കിംഗ് സോഡ, അപ്പക്കാരം ബേക്കിംഗ് സോഡ അല്ലേ? ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം എന്ന് പറയും. അതെന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം. ബേക്കിംഗ് ബൈകാർബണേറ്റ്, മറ്റത് സോഡിയം കാർബണേറ്റ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. പിന്നെ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സാധ്യതയുള്ളത് പ്ലാസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് നമ്മൾ തെർമോ പ്ലാസ്റ്റിക് എന്നും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും രണ്ടായി തിരിക്കാറില്ലേ? തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ചൂടാക്കുമ്പോൾ മൃദുവാകും, തണുപ്പിക്കുമ്പോൾ എന്താവും? കഠിനമാവും, ദൃഢമായിട്ട് മാറും. പിന്നെ വീണ്ടും ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? സോഫ്റ്റായി മാറും. വീണ്ടും തണുപ്പിക്കുമ്പോൾ എന്താവും? ദൃഢമാവും. അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രൂപമാറ്റം വരുത്താൻ പറ്റുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. തെർമോ ചൂട് ഏറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പ്ലാസ്റ്റിക്. മറ്റതെന്താ? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂട് തെർമോ സെറ്റായി പോയി, ചൂടേറ്റാൽ സെറ്റായി. ഓക്കെ, ചൂടേറ്റാൽ എന്തായി? സോഫ്റ്റായി. പിന്നെ എന്താ? തണുത്ത് കഴിഞ്ഞാൽ അത് സെറ്റായി. പിന്നെ എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ രൂപമാറ്റം മാറ്റാൻ പറ്റില്ല, രൂപമാറ്റത്തിന് പറ്റില്ല. പിന്നെ വീണ്ടും ചൂടാക്കിയിട്ട് സോഫ്റ്റ് ആക്കാനോ രൂപമാറ്റം വരുത്താനോ പറ്റാത്തതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. അത് വാക്ക് തന്നെ കിട്ടും. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക് ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്. ഈ പോളിത്തീനും നൈലോണൊക്കെ എന്താണ്? തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. പോളിത്തീൻ കവർ ഉണ്ടല്ലോ നമ്മളെ. ഓക്കെ, അപ്പം പോളിത്തീനൊക്കെ എന്തിന് ഉദാഹരണമാണ്? തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീൻ. പിന്നെ PVC അല്ലേ? PVC പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടല്ലോ, പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC, നൈലോൺ, ഇതൊക്കെ എന്താണ്?
തെർമോ പ്ലാസ്റ്റിക് ആണ്. ദെൻ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. നിങ്ങൾക്ക് പരിചയം അധികമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അധികം എന്താണ് തെർമോ പ്ലാസ്റ്റിക്സ് ആയിരിക്കും. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ അധികവും തെർമോ പ്ലാസ്റ്റിക്കുകളാണ് കൂടുതലും. ദെൻ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ് ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ നിങ്ങൾ പറയല്? ബേക്കലൈറ്റ് അല്ലേ? ലിയോ ബേക്ക്ലാൻഡ് ആണ് നിർമ്മിച്ചത്. ബേക്കലൈറ്റ് എന്നാണ് പേര്. അപ്പോൾ ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ആയ ബേക്കലൈറ്റ് എന്താണ്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. പിന്നെന്താ ഈ റെസിൻ ഉണ്ടല്ലോ, ഈ മെലാമൈൻ ഫോമാൽഡിഹൈഡ് റെസിൻ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. മെലാമൈൻ ഫോമാൽഡിഹൈഡ് റെസിൻ, ഓക്കെ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്? തെർമോ സെറ്റിങ്ങിൽ വരുന്നത്. അവിടെ നിങ്ങൾ ബേക്കലൈറ്റ് ഓർമ്മിച്ചാൽ മതി. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഇത് അധികം ചോദിച്ചാൽ തെർമോ പ്ലാസ്റ്റിക്കിൽ പെടാത്തത് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഉത്തരം പെടുന്ന 3 തെർമോ പ്ലാസ്റ്റിക്കിലുള്ള ഉണ്ടാവും. പെടാത്തത് സ്ഥിരം ആരാ ഉണ്ടാവുക? ബേക്കലൈറ്റ് ആണ് ഉണ്ടാവുക. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. കണ്ടുപിടിച്ചത് ആരാ? ലിയോ ബേക്ക്ലാൻഡ് ആണ് ബേക്കലൈറ്റ് കണ്ടുപിടിച്ചത്. ആദ്യത്തെ പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആദ്യ പ്ലാസ്റ്റിക് സമാനമായിട്ടുള്ള ഒരു വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ എന്തല്ല, ബേക്കലൈറ്റ് അല്ല, എന്താണ്? പാർക്കിസീൻ ആണ്. എന്താണ്? പാർക്സ് എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത്. അതിൻ്റെ പേരെന്താണ്? പാർക്സീൻ. ഓക്കെ, പാർക്സീൻ എന്ന് പറയാം, പാർക്സീൻ. ഓക്കെ, അപ്പോൾ ആദ്യ പ്ലാസ്റ്റിക് സമാന വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ പാർക്സീൻ ആണ്. ആദ്യ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ഓക്കെ, ആദ്യ കൃത്രിമ നൂല് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? നൈലോൺ ആണ്, അല്ലേ? ആദ്യ കൃത്രിമ നൂല് ഏതാണെന്ന് ചോദിച്ചാൽ നൈലോൺ ആണ്. ആദ്യ കൃത്രിമ നൂല് ഏതാണ്? നൈലോൺ ആണ്. ദെൻ കൃത്രിമ പട്ട്, അല്ലെ, ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്ന എന്താണ്? റയോൺ ആണ്. എന്താണ്? ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്ന എന്താണ്? റയോൺ. ആദ്യ കൃത്രിമ നൂല് എന്നോ അല്ലെങ്കിൽ ആദ്യ കൃത്രിമ നാര് എന്നോ ഒക്കെ ചോദിച്ചാൽ എന്താണ് ഉത്തരം ചെയ്തേണ്ടത്? നൈലോൺ. നാര്, നൂല്, നൈലോൺ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ കൃത്രിമ പട്ടായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് അറിയപ്പെടുന്നതാണ് ശരിക്കും റയോൺ. ഓക്കെ, ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്താണ്? റയോൺ. കൃത്രിമ സിൽക്ക് എന്നറിയപ്പെടുന്ന എന്താണ്? റയോൺ ആണ്. ആദ്യ കൃത്രിമ റബ്ബർ എന്താണ്? നിയോപ്രീൻ ആണ്. ആദ്യത്തെ കൃത്രിമ റബ്ബറിന്റെ പേരെന്താണ്? നിയോപ്രീൻ. പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു സാധനം ന്യൂ അർത്ഥമല്ലേ? നിയോപ്രീൻ. ആദ്യ കൃത്രിമ റബ്ബറിന്റെ പേരെന്താണ്? നിയോപ്രീൻ ആണ്. സ്വാഭാവിക റബ്ബർ എന്താ? പോളിമർ അല്ലേ? എന്തിന്റെ പോളിമറാ? ഐസോപ്രീൻ്റെ പോളിമറ. കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും, പക്ഷെ ഒന്ന് ഉറപ്പിച്ചെടുത്തോ. സ്വാഭാവിക റബ്ബർ എന്ന് പറയുന്നത് പോളിമറാണ്. എന്തിൻ്റെ പോളിമറ? ഐസോപ്രീൻ്റെ പോളിമറ. അപ്പോൾ സ്വാഭാവിക റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഐസോപ്രീൻ. എന്താണ്? ഐസോപ്രീൻ. ISOPRENE, ഐസോപ്രീൻ ആണ്. എന്നാൽ ആദ്യ കൃത്രിമ റബ്ബർ ഏതാ? നിയോപ്രീൻ. എന്താണ്? നിയോപ്രീൻ. പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു സാധനത്തിന് പേര് കൊടുക്കുക കൃത്രിമമായിട്ടല്ലേ? അപ്പം നിയോപ്രീൻ. NEOPRENE, നിയോപ്രീൻ. അതിൻ്റെ അടിസ്ഥാന ഘടകം എന്താ? അത് ഐസോപ്രീൻ അല്ല. സ്വാഭാവിക റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം ഐസോപ്രീൻ അല്ലേ? പോളിമർ ഓഫ് ഐസോപ്രീൻ, അതായത് പോളി ഐസോപ്രീൻ ആണ് സ്വാഭാവിക റബ്ബർ എന്ന് പറയുന്നത് പ്രധാന സാധനം. ഓക്കെ, കൃത്രിമ റബ്ബർ ആദ്യത്തേതിൻ്റെ പേരാണ് നിയോപ്രീൻ. ആദ്യത്തെ കൃത്രിമ റബ്ബറിൻ്റെ പേരാണ് നിയോപ്രീൻ. അതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ക്ലോറോപ്രീൻ. ടെൻഷനാണ്ടേ, ക്ലോറോപ്രീൻ. 3 കാര്യങ്ങളിലൂടെ കാണുമ്പോൾ പെട്ടെന്ന് ടെൻഷനാന്ന് വിചാരിക്കും. ഒന്നുമില്ല. സ്വാഭാവിക റബ്ബർ ഐസോപ്രീൻ. ഓക്കെ, പോളിമർ ഓഫ് ഐസോപ്രീൻ. അടിസ്ഥാന ഘടകം ഐസോപ്രീൻ. ഏറ്റവും എന്താണ്? മോണോമർ അല്ലെ? അടിസ്ഥാന യൂണിറ്റ് ഐസോപ്രീൻ, അതിൻ്റെ പോളിമർ. അപ്പം പോളിമർ ഓഫ് ഐസോപ്രീൻ, അതായത് പോളി ഐസോപ്രീൻ ആണ് സ്വാഭാവിക റബ്ബർ. കൃത്രിമ റബ്ബർ, ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിൻ്റെ പോളിമറാ? ക്ലോറോപ്രീൻ്റെ പോളിമറാണ്. അതായത് പോളി ക്ലോറോപ്രീൻ. അങ്ങനെ ചിന്തിക്കേണ്ട. എന്തിൻ്റെതാണെന്ന് ഓർമ്മിച്ചാൽ അടിസ്ഥാന ഘടകം എന്താണ്? ക്ലോറോപ്രീൻ ആണെന്ന് ഓർമ്മിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഓർത്ത് വെക്കുക. പിന്നെന്താ? സ്റ്റൈറീൻ, ബ്യൂട്ടാഡൈൻ റബ്ബർ ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റൈറീൻ, ബ്യൂട്ടാഡൈൻ റബ്ബർ, SBR റബ്ബർ. ഈ ടയറുകളുടെ ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് SBR അല്ലേ? ബ്യൂണ 3 ഇങ്ങനെ കുറേ സാധനങ്ങളില്ല. അതൊക്കെ എന്താണ്? റബ്ബറുകളാണ്. ടയർ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന റബ്ബറുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും പോയിന്റ്സുകൾ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. നമ്മളെ ചോദ്യം എന്തായിരുന്നു? ഡിറ്റർജൻറ്റുകളിലെ പ്രധാന ഘടകം സൾഫോണേറ്റുകളാണ്. സൾഫോണിക് ആസിഡിൻ്റെ സാൾട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൾഫോണേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ള ടോപ്പിക്ക് ഫിസിക്സ് ആണ്. ഇതൊക്കെ നമ്മൾ എടുത്തത് റിവിഷൻ ചെയ്തതുമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും പ്രധാന ചോദ്യം എന്താണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് കേട്ട് സ്പീഡ് പോയേക്ക്. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ റിവിഷൻ കഴിഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന സാധനങ്ങളായിരിക്കും. ഇപ്പോൾ ഒന്ന് ഓടിച്ച് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പ്രധാന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ദ്രവ്യവും പിണ്ഡവും, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ഒന്ന്, ദ്രവ്യത്തിൻ്റെ കണം ഏത്? ഹിഗ്സ് ബോസോണുകളാണ്. ഏതാണ്? ഹിഗ്സ് ബോസോണുകളാണ് പ്രപഞ്ചോൽപത്തിയുടെ അടിസ്ഥാന കണം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു. ഹിഗ്സ് ബോസോണിനെ ദൈവകണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലിയോ ലെഡർമാൻ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ദെൻ
പിണ്ഡം എന്ന് പറയുമ്പോൾ പിണ്ഡത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. പിണ്ഡത്തിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. മാസ് അഥവാ പിണ്ഡത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും 7 എണ്ണമാണ് അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളുള്ളത്. നീളത്തിൻ്റെത് മീറ്റർ ആണെങ്കിൽ, സമയത്തിൻ്റെത് സെക്കൻഡ് ആണെങ്കിൽ, മാസ് അഥവാ പിണ്ഡത്തിൻ്റെത് എന്താണ്? കിലോഗ്രാം ആണ്. കിലോഗ്രാം. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിനാണ്. ഒരിക്കലും ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു പോകുന്നത്. അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കെൽവിനാണ്. മറ്റൊരു പ്രധാന യൂണിറ്റാണ് സെൽഷ്യസ്, പക്ഷേ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കെൽവിനാണ്. ദെൻ കറണ്ട് അഥവാ ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആംപിയർ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രത, കാൻഡിൽ, മെഴുകുതിരി ഓർമ്മിക്കുക, കാൻഡിലയാണ്. ദെൻ ദ്രവ്യത്തിൻ്റെ അളവ് യൂണിറ്റ് എന്താണ്? മോളാണ്. ഈ 7 എണ്ണമാണ് അടിസ്ഥാന യൂണിറ്റുകൾ. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നും പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു 3 എണ്ണവും പെടാത്തൊന്നും തന്നാൽ ആ പെടാത്തതിനെ ഒഴിവാക്കിയേക്കണം. കാരണം ഇതൊക്കെ അടിസ്ഥാന യൂണിറ്റുകൾ ഈ 7 എണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ദ്രവ്യത്തിൻ്റെ പിണ്ഡത്തിന് കാരണം ഹിഗ്സ് ബോസോണുകളാണ് അല്ലേ? ഹിഗ്സ് ബോസോണുകൾ എന്ന് പറയുമ്പോൾ ബോസോണുകൾ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഹിഗ്സ് ബോസോണുകൾ. പീറ്റർ ഹിഗ്സും ഫ്രാൻസ എംഗ്ലർട്ടും ചേർന്നാണ് കണ്ടെത്തിയത്. അവർക്കതിന് നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. അടുത്തത്, പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മാവസ്ഥയാണ്. ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ 7 അവസ്ഥകളാണ് പ്രധാനപ്പെട്ട. ക്ലാസിക്കൽ സ്റ്റേറ്റ് 7 എണ്ണമാണ്. ആ 7 അവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മാവസ്ഥയാണ്. നമ്മുടെ ഭൂമിയിൽ കുറവാണ് അല്ലേ? ഇടിമിന്നലും തീജ്വാലയൊക്കെ ഉള്ളൂ. പക്ഷേ എന്താണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ മൊത്തം നോക്കുമ്പോൾ പ്ലാസ്മയാണ്. കാരണം നക്ഷത്രങ്ങളിലൊക്കെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയാണ് അല്ലേ? സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന ഏതവസ്ഥയിലാണ്? യെസ്, പ്ലാസ്മാവസ്ഥയിലാണ്. ഇടിമിന്നൽ, ജ്വാല, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? പ്ലാസ്മാവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ദ്രവ്യത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ്? 4ാമത്തെ അവസ്ഥയാണ്. ഖരം 1, ദ്രാവകം 2, വാതകം 3, പ്ലാസ്മ 4, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് 5, 6 എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് 6, 7 എന്താ? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ 7ാമത്തെ അവസ്ഥ. അങ്ങനെ 7 അവസ്ഥകളുണ്ട്. പിന്നെ പുതിയതായിട്ട് കണ്ടുപിടിച്ച അവസ്ഥകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിഡ്ബർഗ് പോളറോണിനെ കുറിച്ചും ടൈം ക്രിസ്റ്റലിനെ കുറിച്ചും ജാൻ ടെല്ലർ മെറ്റലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം നമുക്ക്. പ്രവൃത്തിയും ശക്തിയും. പ്രവൃത്തിയുടെ നിരക്കിൻ്റെ യൂണിറ്റാണ് വാട്ട്. സാധ്യതയുള്ള ഏറ്റവും പ്രധാന ചോദ്യമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ഊർജം, താപം, പ്രവൃത്തി നമ്മൾ പഠിച്ചാണല്ലേ? മന്ത്രമൊക്കെ എത്രയോ തവണ ചെല്ലിയിട്ടുണ്ടല്ലേ? ഓം പ്രതിരോധായ ഊതാപ്രജൂളായ നമഃ. ഊതാപ്രജൂൾ, ഊർജം, താപം, പ്രവൃത്തി ജൂളാണ്. ഊർജം, താപം, പ്രവൃത്തി എന്നിവയുടെ CGS യൂണിറ്റ് എർഗാണ്. ആദ്യകാല യൂണിറ്റ് കലോറിയാണ് എന്നൊക്കെ നമ്മൾ എത്രയോ തവണ ചൊല്ലി പഠിച്ചതാണ്. ദെൻ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രവൃത്തിയുടെ നിരക്കിൻ്റെ യൂണിറ്റ് ചോദിച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് പ്രവൃത്തിയുടെ യൂണിറ്റായ ജൂൾ കൊടുക്കും. പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ അഥവാ ശക്തിയാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താ? വാട്ടാണ്. WATT വാട്ടാണെന്ത്? പവറിൻ്റെ യൂണിറ്റ്. അപ്പം പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് സമയം, അതായത് സെക്കൻഡ് സമയം, ഒരു സെക്കൻഡ് അല്ലേ? ഒരു സെക്കൻഡ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. അതായത് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ്, അതായത് പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അപ്പം പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ് അല്ലേ? വൻകിട യന്ത്രങ്ങളുടെയൊക്കെ പവർ നമ്മൾ പറയുക കുതിരശക്തിയിലാണ്. HP എന്ന് പറയും. ഒരു HP എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. നമ്മളങ്ങ് റൗണ്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഒരു HP 746 വാട്ടാണ്. ഒരു മെട്രിക് HP എന്ന് പറഞ്ഞാൽ 736 വാട്ടാണെന്ന് റൗണ്ട് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 736 വാട്ടാണ്. ദെൻ ലെൻസിൻ്റെ പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലെൻസിൻ്റെ പവർ പ്രസ്താവിക്കുന്ന അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പവർ അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ ആണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദെൻ ശബ്ദത്തിൻ്റെ പവർ, ശബ്ദശക്തി അഥവാ സൗണ്ട് പവർ. പവർ എന്നുള്ളതിന് മലയാളമാണ് ശക്തി. അപ്പോൾ ശബ്ദശക്തിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും വാട്ടാണ്. PSC ഒരു മുൻകാല ചോദ്യപേപ്പറിൽ ശബ്ദശക്തിയുടെ യൂണിറ്റ് ചോദിച്ചിട്ട് വാട്ടൊന്നും ഓപ്ഷനിലില്ല, ഡെസിബൽ കൊടുത്തിട്ടുണ്ട്. ശബ്ദമായിട്ട് ബന്ധപ്പെട്ടൊരു യൂണിറ്റ് ആണല്ലോ, അതുകൊണ്ട് ഡെസിബൽ ആയിരുന്നു കൊടുത്തത്. ലാസ്റ്റ് ഗ്രേഡ് ലെവൽ പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ശബ്ദശക്തി അവിടെ ശബ്ദത്തിൻ്റെ ഉച്ചത ഉദ്ദേശിച്ചെങ്കിൽ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദശക്തി എന്ന് പറഞ്ഞാൽ സൗണ്ട് പവറാണ്. സൗണ്ട് പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അത് ഇലക്ട്രിക് പവർ ആയാലും
സൗണ്ട് പവർ ആയാലൊക്കെ യൂണിറ്റ് എന്താണ്? വാട്ട്, WATT വാട്ടാണ്. ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദശക്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ വാട്ട് ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും എഴുതിക്കോളുക, ഡെസിബൽ ഉണ്ടെങ്കിൽ അത് എഴുതിക്കോളുക. ഓക്കെ, യെസ്. അല്ലാതെ PSCനെ കുറ്റം പറഞ്ഞ് ഏതാണ്ടിക്കൊന്നും വേണ്ട, അങ്ങ് എഴുതിക്കോളുക. എന്നിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് നിൽക്കുന്നവർ ചെയ്യുന്നതിനെ ചെയ്തോട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഉത്തരം എഴുതിയിടുക. ഓക്കെ, ദെൻ ഒരു ജൂൾ എന്നത് എത്ര എർഗാണ് പറഞ്ഞു കൊടുത്തല്ലേ? ഒരു ജൂൾ 10⁻⁷ എർഗാണ്. തിരിച്ചിങ്ങോട്ടാണെങ്കിൽ ഒരു എർഗ് 10⁻⁻7 ജൂളാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ചിലത് ചോദിക്കും. ഒരു കലോറി 4.2 ജൂളാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ജൂൾ 10⁻7 എർഗാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ന്യൂട്ടൺ 10⁻5 ഡൈൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണെന്ന് ഒരു ന്യൂട്ടൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. CGS യൂണിറ്റുകൾ, അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ SI യൂണിറ്റുകളാണ്. അടിസ്ഥാന യൂണിറ്റുകൾ SI പദ്ധതിയാണ്. ദെൻ മറ്റൊരു പദ്ധതിയാണ് CGS യൂണിറ്റുകൾ, അല്ലേ? CGS സിസ്റ്റം. CGS യൂണിറ്റുകൾ നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ടത് വളരെ കുറച്ച് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഊർജ്ജം, താപം, പ്രവൃത്തി എന്നിവയുടെ CGS യൂണിറ്റ് ആയിട്ടുള്ള എർഗ് പഠിക്കണം. ദെൻ ബലത്തിൻ്റെ CGS യൂണിറ്റ് ആയിട്ടുള്ള ഡൈനും പഠിക്കണം. ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഡൈനാണ്. ഇത് രണ്ടുമാണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള CGS യൂണിറ്റുകളിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഊർജ്ജവും ഊർജ്ജ പരിവർത്തനവും എന്നുള്ള ടോപ്പിക്ക് നമ്മൾ എടുത്തതാണ്, റിവൈസ് ചെയ്തതാണ്. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറ്റുകയാണ് ആര്? മൈക്രോഫോൺ ചെയ്യുന്നത്. ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജം മാറിപ്പോകുന്നത്. ലൗഡ് സ്പീക്കർ എന്താ ചെയ്യുന്നത്? വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമായി, കൂടുതൽ ഉച്ചത്തിലുള്ള ശബ്ദോർജ്ജമായിട്ട് മാറ്റുകയാണ് ലൗഡ് സ്പീക്കർ ചെയ്യുക. മൈക്രോഫോണിലേക്ക് മൈക്കിലേക്ക് നമ്മൾ ശബ്ദം കൊടുക്കുന്നു, വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ആ വൈദ്യുത സിഗ്നലുകൾ ഒരു ആംപ്ലിഫയറിലൂടെ കടന്നു പോകുമ്പോൾ ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു. ശബ്ദത്തിൻ്റെ തീവ്രത, അല്ലേ? ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറ്റപ്പെട്ടിട്ടാണ് ആംപ്ലിഫയറിലേക്ക് പോകുക. അപ്പോൾ ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഈ വൈദ്യുത സിഗ്നലുകളുടെ തീവ്രത വർദ്ധിപ്പിക്കും, വൈദ്യുത സിഗ്നലുകളുടെ ആംപ്ലിഫിക്കേഷൻ നടത്തും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ലൗഡ് സ്പീക്കറിലേക്ക് കടത്തിവിടും. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? ഈ കിട്ടിയ വൈദ്യുത സിഗ്നലുകളെ വീണ്ടും ശബ്ദോർജ്ജമാക്കി പുറത്തു വിടും. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഊർജ്ജമാറ്റത്തിൻ്റെ കാര്യം, ബാക്കിയുള്ള എല്ലാ ഊർജ്ജമാറ്റങ്ങളും നമ്മൾ പഠിച്ചു വെച്ചതാണ്, അല്ലെ? ഓരോന്നിൽ നടക്കുന്ന ഊർജ്ജമാറ്റം പഠിച്ചതാണ്. വളരെ സിമ്പിളാണ്, ചോദ്യ സാധ്യതയുള്ളതാണ്. അതിൽ ഏറ്റവും സാധ്യതയുള്ളതാണ് ഈ പറഞ്ഞത്. പിന്നെ ജനറേറ്റർ, യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണെന്ത്? ജനറേറ്റർ എന്ന് പറയുന്നത്. ദെൻ മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ, നേരെ തിരിച്ച് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റാനുള്ള ഉപകരണമാണ് മോട്ടോർ എന്ന് ഓർമ്മിക്കുക. ആ 4 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ AC-യെ DC ആക്കി മാറ്റുന്ന ഉപകരണമാണ് റെക്ടിഫയർ. AC-യെ DC ആക്കുന്നത് റെക്ടിഫയർ ആണെന്നും എല്ലാം കൂടെ തളർന്നു. DC-യെ AC ആക്കി മാറ്റുന്നത് എന്താണ്? ഓസിലേറ്ററാണ്. പവർ ഇൻവേർട്ടർ അഥവാ ഓസിലേറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, DC-യെ AC ആക്കി മാറ്റുന്നതാണ് എന്ത്? ഓസിലേറ്റർ അഥവാ പവർ ഇൻവേർട്ടർ എന്ന് പറയുന്നത്. AC-യെ DC ആക്കി മാറ്റുന്നത് റെക്ടിഫയർ ആണെങ്കിൽ DC ഡയറക്റ്റ് കറണ്ട് ആണ്, AC അൾട്ടർനേറ്റീവ് കറണ്ട് ആണ്. മലയാളത്തിൽ ചോദിക്കും ചിലപ്പോൾ കേട്ടോ. AC എന്ന് പറഞ്ഞാൽ പ്രത്യാവൃത്തി ധാരാവൈദ്യുതി, DC എന്ന് പറഞ്ഞാൽ ധാരാവൈദ്യുതി. ഓക്കെ, അപ്പം AC-യെ പ്രത്യാവൃത്തി ധാരാവൈദ്യുതിയെ ധാരാവൈദ്യുതി ആക്കുന്നത് റെക്ടിഫയർ. അങ്ങനെ ചോദിച്ചാൽ ക്വസ്റ്റൻ സ്റ്റാൻഡേർഡായി. AC-യെ DC ആക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം നേരെ തിരിച്ച് DC-യെ AC ആക്കുന്നത്, ധാരാവൈദ്യുതിയെ പ്രത്യാവൃത്തി ധാരാവൈദ്യുതി ആക്കി മാറ്റുന്നത് ഓസിലേറ്ററുകൾ അല്ലെങ്കിൽ പവർ ഇൻവേർട്ടറുകളൊക്കെയാണ്. ഓക്കെ, ആ കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ് അല്ലാത്തതേത്? തന്നിരിക്കുന്നതിൽ ജിയോ തെർമൽ എനർജി പുനഃസ്ഥാപിക്കാം, സോളാർ എനർജി പുനഃസ്ഥാപിക്കാൻ പറ്റും, ന്യൂക്ലിയർ എനർജി, ബയോഗ്യാസും പുനഃസ്ഥാപിക്കാൻ പറ്റും ഒരു പരിധി വരെ. ദെൻ ന്യൂക്ലിയർ എനർജിയാണ് ഉത്തരം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില രാജ്യങ്ങളിൽ ന്യൂക്ലിയർ എനർജിയെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത സ്രോതസ്സായിട്ടാണ് ന്യൂക്ലിയർ ഊർജ്ജത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് പരീക്ഷയിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് ന്യൂക്ലിയർ എനർജി. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണെന്നും കഴിയാത്തത് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിൽ ഏറ്റവും പ്രധാനം ഫോസിൽ ഇന്ധനങ്ങളാണെന്നും നാച്ചുറൽ ഗ്യാസും കോൾ അഥവാ കൽക്കരിയും പെട്രോളിയവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതേപോലെ എന്താ? പരമ്പരാഗതം, പാരമ്പര്യേതരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്രോതസ്സിൽ നിന്നുള്ളതാണ്. അതായത് അന്തരീക്ഷ മലിനീകരണമൊക്കെ കുറവായിരിക്കും. അത്തരം ഊർജ്ജമാണ്, അത്തരം സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത്. ദെൻ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്ന, അതായത് അന്തരീക്ഷ മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്ന ദോഷകരമായിട്ടുള്ളതാണെന്ത്, അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രൗൺ എനർജി എന്ന് പറയും. ഇത് രണ്ടും വളരെ പ്രധാന ചോദ്യമാണ്, ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഊർജ്ജവും ഊർജ്ജ പരിവർത്തനത്തിലുള്ള 2 വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ? കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം നമ്മൾ പറഞ്ഞതാണ് ഹൈഡ്രജനാണ്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ്. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് എന്ത്? ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം, അല്ലെങ്കിൽ 150 കൊടുക്കും.
യൂണിറ്റ് മാറും, കിലോ ജൂൾ പെർ ഗ്രാം ആവും അല്ലേ. കിലോഗ്രാമിൽ നിന്ന് ഒരു കിലോഗ്രാമിൽ നിന്ന് 1,50,000 1,00,000 ലക്ഷം കിട്ടും. അപ്പോൾ ഒരു ഗ്രാമിൽ നിന്ന് 150 കിട്ടും. അപ്പോൾ 150 കിലോ ജൂൾ പെർ ഗ്രാം ആണ്, അല്ലെങ്കിൽ 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം. ഏറ്റവും കലോറിക മൂല്യം കൂടി ഇന്ധനമാണ്. പക്ഷേ നമ്മൾ ഗാർഹിക ഉപയോഗത്തിന് അധികം യൂസ് ചെയ്യാതിരിക്കാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ഫോടക സ്വഭാവമാണ് അല്ലേ. സ്ഫോടക സ്വഭാവം കൊണ്ടാണ് അധികം അങ്ങനെ യൂസ് ചെയ്യാത്തത്. വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രധാനമായിട്ടും സ്ഫോടക സ്വഭാവം കൊണ്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ അവിടെ നിങ്ങളോട് ചിലപ്പോൾ LPGൻ്റെ കലോറിക മൂല്യം ചോദിക്കാം. നമ്മൾ ടേബിൾ ആക്കിയിട്ട് എല്ലാത്തിൻ്റെ കൂടെ പഠിച്ചതാണ്. അതിൽ LPG 55 ഓർമ്മിക്കുക, അല്ലെങ്കിൽ 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇനി കിലോ ജൂൾ പെർ ഗ്രാമിൽ പറയുകയാണെങ്കിൽ 55 കിലോ ജൂൾ പെർ ഗ്രാം. ഈ രണ്ടിലേതെങ്കിലും രീതിയിൽ കൊടുക്കാറുണ്ട് കേട്ടോ. അതേപോലെ CNG, മീഥൈനൊക്കെ എത്രയാണ്? 50 ഓക്കെ, അതായത് ഹൈഡ്രജൻ്റെ 1/3. CNG അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും CNGയും അതേപോലെ മീഥൈനൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 50 കിലോ ജൂൾ പെർ ഗ്രാം ആണ്, അല്ലെങ്കിൽ 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണെന്ന് പറയാം. പെട്രോൾ എത്രയായിരുന്നു? അതിനേക്കാളും കുറച്ച് കുറവാണ്, 45. അങ്ങനെ കുറേയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൽക്കരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രമാണ് ഞാൻ ഇപ്പോൾ എല്ലാ കാര്യത്തിലും പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റൻ എന്താ? 19, 20, 21 3 ക്വസ്റ്റ്യൻസ്. താപവും ഊഷ്മാവും അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന 3 ചോദ്യങ്ങൾ. ഒന്ന്, സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത് ഏത് താപനിലയിലാണ്? -40 സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാവുന്നത് -40 ഫാരൻഹീറ്റും കെൽവിനും തുല്യമാവുന്നത് 574.25. 574 എന്ന് ഓർമ്മിച്ചാൽ മതി. 574.25 574.59 ഉണ്ടാവും. ഏറ്റവും കറക്റ്റായിട്ട് പറയുന്നതാണ്. -273.15 ആണല്ലോ, അങ്ങനെ എടുത്ത് പറയുന്നതാണ് എന്ത്? 574.59 അല്ലേ. യെസ്, അപ്പോൾ 574.25 574.59 ഓർമ്മിച്ചാൽ മതി. 574 ഓർമ്മിച്ചാൽ മതി. ഫാരൻഹീറ്റും കെൽവിനും തുല്യമാവുന്നത്. സെൽഷ്യസും കെൽവിനും ഒരിക്കലും തുല്യമാവില്ല. സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരിക്കലും തുല്യമാവില്ല. കേവല 0 എന്ന് പറഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് അഥവാ 0 കെൽവിൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ആബ്സല്യൂട്ട് സീറോ അഥവാ കേവല 0. തന്മാത്രകളുടെ ഗതികോർജം പൂർണ്ണമായും ഇല്ലാതാകുന്ന താപനിലയാണെന്ത്? ആബ്സല്യൂട്ട് സീറോ അഥവാ കേവല 0 എന്നറിയപ്പെടുന്നത് 0 കെൽവിൻ ആണ്, അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ് റൗണ്ട് ചെയ്ത് പറയുമ്പോൾ. ഓക്കെ, യെസ്. അപ്പം അത് ഫാരൻഹീറ്റിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. -459 വരും കേട്ടോ. 459 വിട്ടേക്ക്, ചോദിക്കാറില്ല. പിന്നെ അവിടെ ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ ചോദ്യം ചോദിക്കാം, കാരണം ഇങ്ങനെ ഒരു കൗതുകമുള്ളതുകൊണ്ടേ. ജൂൾ തോംസൺ എഫക്റ്റ്, ജൂൾ തോംസൺ പ്രഭാവം അവതരിപ്പിച്ചത് ആരാണ്? കെൽവിൻ എന്നാണ് ഉത്തരം കൊടുക്കുക. കാരണം ജൂളും അതിലില്ല, തോംസണും അതിലില്ല, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കെൽവിനാണ് ഉത്തരം. കെൽവിൻ എന്ന് പറഞ്ഞാൽ ആരാ? വില്യം തോംസൺ കെൽവിൻ എന്നാണ് അയാളുടെ പേര്. ലോർഡ് വില്യം തോംസൺ കെൽവിൻ, അദ്ദേഹമാണ് ജൂൾ തോംസൺ എഫക്റ്റ് കണ്ടുപിടിച്ചത്. കെൽവിനാണ്. ഓക്കെ, യെസ്. അപ്പം കെൽവിൻ എന്നുള്ളതായിരിക്കും അവിടെ ഉത്തരം കൊടുക്കുക. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ദെൻ ദൈനിക താപനില അളക്കാനുള്ള ഉപകരണമാണ് ഡാഷ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് അങ്ങ് ഇട്ടതാണ് ഞാൻ ആ ചോദ്യം. ഇതുവരെ പരീക്ഷയിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ദൈനിക താപനില അളക്കാനുള്ള ഉപകരണം മാക്സിമം മിനിമം തെർമോമീറ്റർ ആണ്. ദൈനിക താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ പറയുന്നത് മാക്സിമം മിനിമം തെർമോമീറ്റർ. നിങ്ങൾക്കറിയാം, പൊതുവേ താപനില അളക്കാനുള്ള ഉപകരണത്തിനാണ് തെർമോമീറ്റർ എന്ന് പറയുക. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം രസം, എല്ലാവർക്കും അറിയാമല്ലോ. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന രസം അഥവാ മെർക്കുറിയാണ്. അത് ഉയർന്ന താപനില അളക്കാനാണെങ്കിൽ പൈറോ, ഹൈ ടെമ്പറേച്ചർ പൈറോമീറ്റർ. താഴ്ന്ന താപനില അളക്കാനാണെങ്കിൽ ക്രയോമീറ്റർ. നമ്മൾ പറഞ്ഞല്ലേ, പൈറോമീറ്ററും ക്രയോമീറ്ററും. പിന്നെ സൂര്യൻ്റെ താപനിലയാണെങ്കിൽ പൈറോ ഹീലിയോമീറ്റർ, അല്ലെങ്കിൽ ഹീലിയോമീറ്റർ എന്ന് മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ പൈറോമീറ്റർ ആണ് സാധനം. സൂര്യൻ്റെ ആയതുകൊണ്ട് നമുക്കതിനെ പൈറോ ഹീലിയോമീറ്റർ എന്ന് വിളിക്കാം. സൂര്യ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോ ഹീലിയോമീറ്റർ. ദെൻ ദൈനിക താപനില അല്ലേ, ദിവസേനയുള്ള താപനില അളക്കാൻ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗിക്കും. പിന്നെ സെൻസർ ഉപയോഗിച്ച് വസ്തുവുമായിട്ട് സമ്പർക്കമില്ലാതെ താപനില അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ. ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ലേ, കോവിഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഈ സാധനം അടിച്ചു നോക്കുന്നുണ്ടല്ലേ, അതെന്താണ്? ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആണ്. സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് വസ്തുവുമായി നേരിട്ട് സമ്പർക്കമില്ലാതെ താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡാഷ് എന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എന്നും പറയുക. അപ്പോൾ അത്രയും ചോദ്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ദെൻ ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാ? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. റൗണ്ട് ആയിട്ട് പറഞ്ഞാണ് 4156 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4156. PSC പരീക്ഷയിൽ ഒരിക്കലും 4156 എന്ന് കൊടുക്കാറില്ല, 4200 കൊടുക്കാറ്. ഇനി വേണമെങ്കിൽ SCRT ബേസ് ചെയ്ത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ കൊടുത്തേക്കാം, അതുകൊണ്ട് ഓർത്ത് വെക്കുക. ഓക്കെ, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത. എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. 1 കിലോഗ്രാം ജലത്തിൻ്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ കൊടുക്കേണ്ട താപത്തിൻ്റെ അളവാണ് അതിൻ്റെ വിശിഷ്ട
താപധാരിത യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്, അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ ആയതുകൊണ്ട് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത ഓർമ്മിക്കുക, ഏകദേശം അതിൻ്റെ പകുതിയാണ് വെളിച്ചെണ്ണയുടേത്. 2100 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചുള്ള കണക്ക് കഴിഞ്ഞ LDC വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഐസിൻ്റെ ഇതൂടെ പറഞ്ഞ് ഓർത്ത് വെക്കുക. വിശിഷ്ട താപധാരിത ഐസിൻ്റെ എത്രയായിരുന്നു? 2130 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഐസിൻ്റെ വിശിഷ്ട താപധാരിത 2130 ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, 4200 ആണ് ആരുടേത്? ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥങ്ങൾ ആണ് ഏത്? ജലം എന്നും ഓർത്ത് വെക്കുക. പിന്നെ അവിടെ 2 പ്രധാന ചോദ്യം കൂടി അറിഞ്ഞിരിക്കുക. കുറേ സാധനങ്ങൾ നിങ്ങൾ ടേബിളായിട്ടൊക്കെ അവിടെ ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം 335 × 10⁻³ 335 × 10⁻³. ഓക്കെ, 335 × 10⁻³ ജൂൾ പെർ കിലോഗ്രാം. അവിടെ കെൽവിൻ വേണ്ടല്ലോ, ദ്രവീകരണ ലീനതാപം അല്ലേ. 335 × 10⁻³ ജൂൾ പെർ കിലോഗ്രാം ആണ് ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം അല്ലേ, ബാഷ്പന ലീനതാപം എന്നുള്ള ടേമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുക. ജലത്തിൻ്റെ ബാഷ്പന ലീനതാപം 226 × 10⁻⁴ 226 × 10⁻⁴ ജൂൾ പെർ കിലോഗ്രാം ആണെന്നും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വിശിഷ്ട താപധാരിതൻ്റെ ചോദ്യം ഇതും ഇവിടെ അറിഞ്ഞിരിക്കുക. അടുത്തത് പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്നുള്ള ടോപ്പിക്കാണ്. ഒരു പ്രൊജക്ടൈലിൻ്റെ ചലനപാതയുടെ ആകൃതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പരാബോള ആകൃതിയാണ്. പ്രൊജക്ടൈലിൻ്റെ ചലനപാതയ്ക്ക് ട്രാജക്ടറി എന്നാണ് പറയുക. ആ ട്രാജക്ടറിയുടെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ ഏതാകൃതിയാണ് ഉണ്ടാവുക? പരാബോള ആകൃതിയാണ്. ഒരു പ്രൊജക്ടൈലിന് മാക്സിമം റേഞ്ച് കിട്ടുക എത്ര ഡിഗ്രിയിൽ എറിയുമ്പോഴാണ്? 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജാവലിൻ ആയാലും ഡിസ്ത്രോ ആയാലും ഷോർട്ട് പുട്ട് ആയാലും ഒക്കെ 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് മാക്സിമം ദൂരം പോകുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് എന്ത്? കൊഹീഷൻ ബലം. വ്യത്യസ്ത ഇനം തമ്മിലുള്ളതാണ് അഡീഷൻ ബലം എന്ന് ഓർമ്മിക്കുക. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ളത് കൊഹീഷനും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡീഷൻ ബലം എന്നും പറയും. ഏതിനേക്കാൾ കൂടുമ്പോഴാണ് കേശിക ഉയർച്ചയും കേശിക താഴ്ചയും എന്ന് ഓർമ്മിച്ചിരിക്കുക. അതായത് അഡീഷൻ ബലം കൊഹീഷനേക്കാൾ കൂടുമ്പോൾ കേശിക ഉയർച്ച ഉണ്ടാവും. ഓക്കെ, അടി കൂടുമ്പോൾ കേശിക ഉയർച്ച ഉണ്ടാവും ചിന്തിച്ചാൽ മതി. അഡീഷൻ കൂടുമ്പോൾ, അഡീഷൻ കൊഹീഷനേക്കാളും കൂടിയാൽ കേശിക ഉയർച്ച ഉണ്ടാവും. നേരെ തിരിച്ചാണെങ്കിൽ കേശിക താഴ്ച ഉണ്ടാവും. അത് ഓർത്ത് വെക്കുക. പിന്നെ പ്ലവക്ഷമ ബലമായാലും പ്രതല ബലമായാലും അതിനൊക്കെ കാരണം എന്താണ്? കൊഹീഷൻ ബലമാണ്. പ്ലവക്ഷമ ബലം, വസ്തുക്കൾ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി നിർത്താൻ വേണ്ടി സഹായിക്കുന്ന, അടിയുന്ന ദ്രവം പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. പ്രതല ബലം എന്ന് പറഞ്ഞാൽ ആ പ്രതലം, ദ്രവത്തിൻ്റെ പ്രതലം സ്ട്രെച്ച് ചെയ്ത് വലിഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന ബലമാണ് പ്രതല ബലം അഥവാ സർഫേസ് ടെൻഷൻ. രണ്ടിനും കാരണം എന്താണ്? കൊഹീഷൻ ബലമാണെന്ന് ഓർത്ത് വെക്കുക. ജലത്തിൻ്റെ പ്രതല ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത് അല്ലേ. ചൂടായിട്ടും കുറയുന്നില്ലെങ്കിൽ, കാഠിന്യം കുറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അലക്ക് കാരം ഉപയോഗിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദെൻ ശബ്ദവും പ്രകാശവും എന്ന ടോപ്പിക്കാണ്. അത് നിങ്ങൾക്ക് വരാൻ എടുത്തതാണ്, ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അല്ലേ, സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ശബ്ദവും പ്രകാശമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ട്രെൻഡി ടോപ്പിക്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ അലൂമിനിയത്തിലെ ശബ്ദ വേഗത എത്ര? ഒരു പ്രധാന ചോദ്യമാണ്. 6420 m/s ആണ്. 6420 m/s ആണ് അലൂമിനിയത്തിലെ ശബ്ദ വേഗത എന്ന് പറയുന്നത്. 6420 m/s ആണ് അലൂമിനിയത്തിലെ ശബ്ദവേഗത. ശബ്ദവേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അലൂമിനിയാണ് പറയേണ്ടത്. പണ്ട് PSC ഉത്തരം കൊടുക്കൽ സ്റ്റീലാണ്. ഇപ്പോൾ SCRT ഇതിലൊക്കെ അലൂമിനിയം ഉള്ളതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക. അലൂമിനിയം ഉണ്ടെങ്കിൽ അലൂമിനിയം എഴുതണം. അലൂമിനിയം കഴിഞ്ഞിട്ടാണ് സ്റ്റീലിൻ്റെത് പറയുന്നത്. അലൂമിനിയത്തിന് 6420 ഉണ്ടെങ്കിൽ സ്റ്റീലിന് അതിനേക്കാളും കുറവാണ്. സ്റ്റീലിൻ്റെ ഏകദേശം എത്രയാണ്? ഒരു 6000 m/s വരെയൊക്കെയാണ് എന്തിന് വരിക? സ്റ്റീലിന് വരിക. കൃത്യമായിട്ട് ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5941 തന്നെ ഓർമ്മിക്കുക. 5941 ഏകദേശം 6000 എന്ന് ഓർമ്മിച്ചാൽ മതി നിങ്ങൾ. സ്റ്റീലിൻ്റെത് ഏകദേശം 6000 m/s. ഇതൊക്കെ 20 ഡിഗ്രി സെൽഷ്യസിലുള്ള കാര്യമാണ് പറയുന്നത്, റൂം ടെമ്പറേച്ചറുള്ള കാര്യമാണ് പറയുന്നത്. അതേപോലെ ജലത്തിൻ്റെത്, ശുദ്ധജലത്തിൻ്റെയോ കടൽ ജലത്തിൻ്റെയോ കാര്യം ഒന്ന് ചിന്തിക്കുക. കടൽ ജലത്തിന് എന്താണ്? കടൽ ജലത്തിലൂടെയുള്ള ശബ്ദവേഗത എന്താണ്? കുറച്ചുകൂടെ കൂടുതലാണ്. ശുദ്ധജലത്തിനേക്കാളും കുറച്ചുകൂടെ എന്താണ്? കൂടുതലാണ്. സാന്ദ്രത കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശബ്ദവേഗതയും കുറച്ച് കൂടുതലാണ്. ശുദ്ധജലത്തിൽ ഏകദേശം ഒരു 1482 ആണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചങ്ങ് കൂട്ടിയാൽ മതി. 1522 ആണ് എന്തിൽ?
കടൽ ജലത്തിലുള്ള ശബ്ദവേഗത. ഓക്കെ, അപ്പോൾ ശുദ്ധജലത്തിൽ 1482. അതിൻ്റെ കൂടെ എത്ര കൂട്ടുക? ഒരു 40 കൂട്ടിയ എത്രയായി? 1522 കടൽ ജലത്തിലെ കാര്യം. അപ്പോൾ കടൽ ജലത്തിലാണ് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതൽ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ വായുവിലെ കാര്യം. വായുവിലെ ശരാശരി ശബ്ദവേഗത എത്രയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് അങ്ങ് പറയുന്നതാണ് 340 മീറ്റർ പെർ സെക്കൻഡ് എന്നങ്ങ് പറയും. ചിലപ്പോൾ പ്രത്യേകം എടുത്ത് ചോദിക്കാനൊരു സാധ്യതയുണ്ട്. അതായത് വായുവിലെ ശബ്ദവേഗത 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ വായുവിലെ ശബ്ദവേഗത എത്ര? 333.2 ആണ്. 333 അങ്ങ് ഓർമ്മിച്ചാൽ മതി നിങ്ങൾ. 333 മീറ്റർ പെർ സെക്കൻഡ് ആണ് 0 ഡിഗ്രി സെൽഷ്യസിൽ. ദെൻ 20 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ വായുവിലെ ശബ്ദവേഗത എത്ര? 343.2 ആണ്. നിങ്ങൾ 343 മീറ്റർ പെർ സെക്കൻഡ് അങ്ങ് ഓർമ്മിച്ചാൽ മതി. അപ്പം 0 ഡിഗ്രി സെൽഷ്യസിൽ വായുവിലെ ശബ്ദവേഗത 333. ഒരു 10 കൂട്ടിയാൽ എന്താണ്? 20 ഡിഗ്രി സെൽഷ്യസിലെ താപനില 343. അതാണ് നമ്മൾ റൗണ്ട് ആയിട്ട് 340 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായില്ലേ? 0 ഡിഗ്രി സെൽഷ്യസിൽ 333, 20 ഡിഗ്രി സെൽഷ്യസിൽ 343. അപ്പോൾ അർത്ഥം എന്താ? താപനില കൂടുമ്പോൾ ശബ്ദവേഗത കൂടും. അപ്പോൾ താപനില അഥവാ ഊഷ്മാവ് കൂടുമ്പോൾ ശബ്ദവേഗത എന്ത് ചെയ്യും? വർദ്ധിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ അതേപോലെ പ്രകാശവേഗതയുടെ കാര്യം അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശബ്ദവേഗതയും പ്രകാശവേഗതയും ഞാൻ ട്രെൻഡി ടോപ്പിക്സിൽ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. എന്തായാലും ശൂന്യതയിലെ ശബ്ദവേഗത എത്രയാ? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇനി മീറ്റർ പെർ സെക്കൻഡിൽ പറയുകയാണെങ്കിൽ എത്ര വരും? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁵ എന്ന് പറഞ്ഞാൽ 350, 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ കൊടുക്കും. ശൂന്യതയിലേതും വായുവിലേതും ഏകദേശം സമാനമാണ്, നേരിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും റൗണ്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ 3 ലക്ഷം അങ്ങ് പറയുകയാണ് ചെയ്യുക. ദെൻ ജലത്തിൽ എത്രയാണ്? 2.25 ലക്ഷമാണ്. അത് അങ്ങനെ ഓർമ്മിക്കുന്നതാണ് എളുപ്പം. മറ്റേ സംഖ്യ ഓർമ്മിക്കാനാണ് എളുപ്പം. ഇതാണ് 2.25 ലക്ഷമാണ്. 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഗ്ലാസിൻ്റെ എത്രയാണ്? 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതായത് 2 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ്. 2 × 10⁵ എന്ന് പറയുമ്പോൾ 250, 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. വജ്രത്തിന് എത്രയാണ്? 1.25 ലക്ഷമാണ്. പ്രകാശവേഗത ഏറ്റവും കൂടിയ മാധ്യമം ശൂന്യത. ശൂന്യത ഇല്ലെങ്കിൽ വായു. ഓക്കെ, പ്രകാശവേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രം. പ്രകാശവേഗത ഏറ്റവും കുറവ് എവിടെയാണ്? വജ്രം അഥവാ ഡയമണ്ട് ആണ്. വേഗത കുറവ് എന്ന് പറയുമ്പോൾ അതിന് സാന്ദ്രത കൂടുതലായിരിക്കും അല്ലേ? പ്രകാശവേഗത അല്ലേ? പ്രകാശവേഗത ഏറ്റവും കുറവ് എന്തിലാണ്? വജ്രത്തിലാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയാണ്? വജ്രത്തിലാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലും പ്രകാശ വേഗത ഏറ്റവും കുറവും എവിടെയാണ്? വജ്രമാണ്. നേരെ തിരിച്ച് പ്രകാശ വേഗത ഏറ്റവും കൂടുതലും പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവും എന്തിനാണെന്ന് ഓർത്ത് വെക്കുക? ശൂന്യതയിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തൂക്കുപാലത്തിലൂടെ മാർച്ച് ചെയ്തു പോകാൻ പട്ടാളക്കാരെ അനുവദിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അനുനാദമാണ്. റെസൊനൻസ് അഥവാ അനുനാദം എന്ന പ്രത്യേകതയാണ്. റെസൊനൻസ് അഥവാ അനുനാദം. അതായത് തൂക്കുപാലത്തിലൂടെ മാർച്ച് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തൂക്കുപാലം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. സ്വാഭാവിക കമ്പനാവൃത്തി ഇതിനുണ്ട്, മറ്റതിനുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കമ്പനാവൃത്തി തുല്യമായി വരുന്ന സമയത്ത് ഇതെന്തായിരിക്കും? മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും എന്ത് ചെയ്യുക? കമ്പനം ചെയ്യുക. ആ സമയത്ത് ഇതെന്ത് ചെയ്യും? പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തൂക്കുപാലം. കാരണം ഒരു മാർച്ച് പാസ്റ്റ് അങ്ങനെയല്ലേ, കുത്തി ഇളക്കിയല്ലേ പോവുക. അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? മാർച്ച് പാസ്റ്റിംഗ് അനുവദിക്കില്ല. കാരണം എന്താണ്? അനുനാദം എന്ന പ്രത്യേകതയാണ്. എന്താണ് അനുനാദം? അതായത് അനുരണനം അഥവാ റിവർബ്രേഷൻ നിങ്ങൾക്കറിയാം. അനുരണനം അതായത് ശബ്ദത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിഫലനം. അതിനെയാണ് നമ്മൾ ആവർത്തന പ്രതിപതനം എന്ന് പറയുക. എന്താണ്? ആവർത്തന പ്രതിപതനം. ഇങ്ങനെ ആവർത്തിച്ച് പ്രതിപതനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആവർത്തന പ്രതിഫലനം ഉണ്ടാകുമ്പോൾ ഒരു മുഴക്കം ഉണ്ടാകും അല്ലെ? ആ മുഴക്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുരണനം. അലയൊലികൾ ഉണ്ടാവുമല്ലോ, അതാണ് അനുരണനം എന്ന് പറയുക. ഇപ്പോൾ ഒരു ഇടിയൊക്കെ എടുക്കുന്ന സമയത്ത് ജനൽപ്പാളികളൊക്കെ ഇങ്ങനെ വിറയ്ക്കൂലേ? ചെറിയ സൗണ്ട് അതിനുണ്ടാവും, വിറയ്ക്കും ഇങ്ങനെ. അതിന് കാരണം എന്താ? അനുരണനമാണ്. ആ അനുരണനം കൂടി ചിലപ്പോൾ ജനപ്പാളികൾ അങ്ങ് പൊട്ടിപ്പോവും. അതെപ്പോഴാണ് പൊട്ടുന്നത്? അനുനാദത്തിൽ എത്തുന്ന സമയത്താണ് അത് പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫ്യൂസിങ് സാധനമാണ്. കാരണം പരീക്ഷയിലൊക്കെ ചോദ്യകർത്താക്കളോട് തന്നെ അങ്ങ് മാറിപ്പോവും. ചിലപ്പോൾ ഇതെങ്ങനെ മാറിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്ത്. രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ജനപ്പാളികൾ നിങ്ങൾ ചെറുതായിട്ടൊക്കെ വിറയ്ക്കുന്നുണ്ടെങ്കിൽ അത് അനുരണനമാണ്. ആ അനുരണനം അനുനാദത്തിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പോകുന്നത്. ഓക്കെ, അവിടെ ശബ്ദത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? അനുരണനമാണ്. അനുനാദം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനുള്ളതാണ്. ഈ കമ്പനാവൃത്തി രണ്ടിൻ്റെയും കമ്പനാവൃത്തി ഒരേപോലെ വരുമ്പോൾ മാക്സിമം ആയതിൽ കമ്പനം ചെയ്യുന്ന ആ പ്രതിഭാസത്തിനെയാണ് എന്ത് വിളിക്കുക? അനുനാദം അഥവാ റെസൊനൻസ് എന്ന് പറയുക. അത് ശബ്ദത്തിൻ്റെ മാത്രം കാര്യമല്ല, പ്രകാശത്തിൻ്റെ ആയാലും അല്ലെ മറ്റു വേവുകളുടെ കാര്യത്തിലൊക്കെ എന്തുണ്ട്?
റെസൊനൻസ് അഥവാ അനുനാദം എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ആയതിൽ കമ്പനം ചെയ്യുമ്പോഴാണ് ജനലിൻ്റെ കാര്യത്തിലായ പൊട്ടിപ്പോകുന്നതും തൂക്കുപാലത്തിൻ്റെ കാര്യത്തിലായ പൊട്ടിപ്പോകുന്നതൊക്കെ അത് ആ അനുരണനം എന്നുള്ള ആ സംഭവം എവിടെ എത്തുമ്പോഴാണ്, അനുനാദത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, പൊട്ടിപ്പോകുന്നത് എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, യെസ്. ദെൻ മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം ഏത്? പിന്നെ അവിടെ എക്കോൻ്റെ ചോദ്യം വളരെ പ്രാധാന്യമുള്ള ചോദ്യം കേട്ടോ. എക്കോ ഉണ്ടാകാൻ, പ്രതിധ്വനി അനുഭവപ്പെടാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ അകലം ഉണ്ടല്ലോ, ശബ്ദം ഉണ്ടാക്കുന്ന ശബ്ദ സ്രോതസ്സും എവിടെയാണോ തട്ടി തിരിച്ചു വരുന്നത് ആ പ്രതിഫലകവും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് എത്ര അകലം വേണം? 17 മീറ്ററാണ് കേട്ടോ. ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 17.15 ഒക്കെ വരും. കാരണം 20 ഡിഗ്രി സെൽഷ്യസിൽ 343 അല്ലേ, അപ്പം 34.3, അപ്പം 17.15 വരും. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട, നിങ്ങൾ സിമ്പിളായിട്ട് ചുരുക്കിയിട്ട് 17 മീറ്റർ അങ്ങ് പറയുക ചെയ്യുക. അപ്പോൾ ശബ്ദ സ്രോതസ്സും പ്രതിഫലകവും തമ്മിൽ 17 മീറ്റർ കുറഞ്ഞ അകലം വേണം, എന്നാലേ എന്തുണ്ടാവും, പ്രതിധ്വനി അഥവാ എക്കോ ഉണ്ടാവുള്ളൂ. ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ചോദ്യം എന്താ? മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത്? പ്രകീർണനം. ഏതെങ്കിലും ഒരു പ്രകാശ പ്രതിഭാസം ഉറപ്പാണ്. നമ്മൾ ട്രെൻഡി ടോപ്പിക്സിൽ ഇതും എടുത്തതാണ്, ഓരോന്നിൻ്റെ ഇത് വിശദമായിട്ട് പഠിച്ചതാണ്. ആണെങ്കിൽ വേഗത്തിൽ സ്പീഡിൽ ഞാൻ മനസ്സിൽ വരുന്നങ്ങ് പറഞ്ഞേക്കാം. ഈ നക്ഷത്രങ്ങളുടെ തിളക്കം, ഓക്കെ, എന്താണ്? അപവർത്തനമാണ്. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം മരീചികയുടെ പ്രധാന കാരണം അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ, സ്പിയർ ഫിഷിംഗ് ഇല്ലേ, അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ പ്രയോജനപ്പെടുത്തുന്ന പ്രതിഭാസം. പിന്നെ ജലത്തിൽ താഴ്ത്തി വെച്ച പെൻസിൽ, ഒരു ഗ്ലാസ് ബീക്കറിലെ ജലത്തിൽ പെൻസിൽ താഴ്ത്തി വെച്ച അല്ലെങ്കിൽ സ്കെയിലൊക്കെ താഴ്ത്തി വെച്ചാൽ വളഞ്ഞതുപോലെ തോന്നാൻ കാരണമൊക്കെ എന്താണ്? അപവർത്തനമാണ്. അതേപോലെ തന്നെ സൂര്യോദയത്തിന് തൊട്ട് മുമ്പും ഒരു 2 മിനിറ്റ് മുമ്പും, അതേപോലെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ശേഷം 2 മിനിറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, സൂര്യനെ കാണാൻ പറ്റും. നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ വിചാരിക്കുന്നത് അന്നാരാണ് അസ്തമിക്കുന്നത് അന്നാരാണ് ഉദിക്കുന്നതെന്നാണ്. പക്ഷെ ആ ഉദയത്തിന് ശേഷം ഒരു എന്താണ്, ഒരു ഉദയത്തിന് തൊട്ട് മുമ്പ് ഒരു 2 മിനിറ്റും അതേപോലെ ഉദയത്തിന് ശേഷം ഒരു 2 മിനിറ്റും ആ ഒരു സമയത്തൂടെ സൂര്യനെ കാണാൻ പറ്റും. അത് അപവർത്തനം എന്ന പ്രത്യേകത കൊണ്ടാണ്. ശരിക്കും സൂര്യൻ അങ്ങ് പോയിക്ക്, പക്ഷെ എന്നാലും കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് അപവർത്തനം എന്ന പ്രത്യേകതയാണ്. അപ്പോൾ നക്ഷത്രങ്ങളുടെ തിളക്കവും മരീചികയും അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ പ്രയോജനപ്പെടുത്തുന്ന പ്രതിഭാസവും, അല്ലേ, പെൻസിൽ പോലെയുള്ള വസ്തുക്കൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ചാൽ വളഞ്ഞതുപോലെ തോന്നാൻ കാരണവും, സൂര്യോദയത്തിന് തൊട്ട് മുമ്പും സൂര്യാസ്തമയനത്തിന് തൊട്ട് ശേഷവും കുറച്ചു നേരം കൂടെ സൂര്യനെ കാണാൻ കാരണമൊക്കെ എന്താണ് ഉത്തരം? അപവർത്തനം അഥവാ റിഫ്രാക്ഷനാണ്. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ് ഉത്തരം. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ്. ഓക്കെ. ദെൻ വജ്രത്തിന്റെ തിളക്കം, നക്ഷത്രങ്ങളുടെ തിളക്കം അപവർത്തനം, വജ്രത്തിന്റെ തിളക്കം, അതേപോലെയുള്ള രത്നങ്ങളുടെ തിളക്കം, അല്ലേ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അഥവാ OFCയിൽ പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സിൽ പ്രയോജനപ്പെടുത്തുന്നത് ഒക്കെ ചോദിച്ചാൽ എന്താണ്? പൂർണ്ണ ആന്തര പ്രതിഫലനമാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന പ്രത്യേകതയാണ് അവിടെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ നിഴലുകളുടെ വാക്കുകൾ ക്രമരഹിതമായി കാണപ്പെടാനുള്ള കാരണവും CD-യിലെയും DVD-യിലെയും ഒക്കെ വർണ്ണരാജികൾക്ക് കാരണവും ഹോളോഗ്രഫിയിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രതിഭാസമൊക്കെ ചോദിച്ച ഉത്തരം ഡിഫ്രാക്ഷനാണ്. ഇതൊക്കെയാണ് നിഴലുകളുടെ വാക്കുകൾ, നിഴലിൻ്റെ വാക്ക് ക്രമരഹിതമായി കാണപ്പെടാൻ കാരണം. പിന്നെ CD, DVD ഇതിലൊക്കെ പ്രകാശം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വർണ്ണ കൂട്ടമുണ്ടല്ലോ, അല്ലേ, ആ ഒരു വർണ്ണക്കൂട്ടം, വർണ്ണരാജികൾക്ക് കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. അതേപോലെ ഹോളോഗ്രഫിയിൽ ഡിഫ്രാക്ഷനും ഉണ്ട്, ഇൻ്റർഫറൻസും ഉണ്ട്. ഏതാ ഓപ്ഷനിൽ കൊടുത്താൽ വെച്ചാൽ അത് എഴുതുക. ഹോളോഗ്രഫി പ്രധാനമായിട്ടും ഡിഫ്രാക്ഷൻ ആണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഹോളോഗ്രഫിയിൽ പ്രയോജനപ്പെടുന്ന പ്രധാന സാങ്കേതിക വിദ്യ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, യെസ്. ഡിഫ്രാക്ഷൻ തന്നെയാണ് മലയാളത്തിൽ ഉണ്ടാവുക. അതിന് മലയാളത്തിൽ വേറൊരു വാക്കുണ്ട്, പക്ഷെ അതങ്ങനെ കൊടുക്കാറില്ല. വിഭങ്കനം എന്ന വാക്കുകൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനം എന്ന് പറയും, വിഭങ്കനം. ഓക്കെ. ദെൻ സോപ്പ് കുമിളകളിലെയും എണ്ണപ്പാടകളിലെയും ഒക്കെ വർണ്ണവൈവിധ്യങ്ങൾക്ക് കാരണം എന്താണ്? ഇൻ്റർഫറൻസ് ആണ്. സോപ്പ് കുമിളകൾ, എണ്ണപ്പാടകൾ, ഇതിലൊക്കെയുള്ള എണ്ണപ്പാടകളുടെയൊക്കെ റോഡ് മേലൊക്കെ എണ്ണ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ലൈറ്റ് തട്ടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വർണ്ണരാജികൾ കാണാം, അല്ലേ? അതിനൊക്കെ കാരണം എന്താണ്? ഇൻ്റർഫറൻസ് ആണ്. ഇൻ്റർഫറൻസിന് മലയാളത്തിൽ നമ്മൾ വ്യതികരണം അല്ലെങ്കിൽ വ്യതികലനം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. വ്യതികരണം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്, വ്യതികലനം എന്നൊക്കെ പറയാറുണ്ട്. ഇൻ്റർഫറൻസ് എന്നുള്ള വാക്കാണ് മലയാളത്തിലും കൂടുതലും കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ഒരു മലയാളം വാക്കുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ അങ്ങനെ കൊടുക്കാൻ സാധ്യതയുണ്ട്. ദെൻ എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ് ആകാശ നീലിമ, സമുദ്ര നീലിമ, അല്ലേ, ഉദയാസ്തമയ സൂര്യൻ്റെ കടും ചുവപ്പ് നിറം. ഇതിനൊക്കെ കാരണം എന്താ? വിസരണ. ഉദിക്കുന്നതിനും അസ്തമിക്കുന്നതിനും തൊട്ട് മുമ്പും ശേഷമായിട്ട് കുറച്ച് സമയം കൂടുതൽ കാണാനുള്ള കാരണം അപവർത്തനം. പക്ഷെ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും കുറച്ച് നിറം കൂടുതലായിരിക്കും. അതിന് കാരണം വിസരണം ആണ്. സ്കാറ്ററിങ് അഥവാ വിസരണം എന്ന പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആകാശ നീലിമയ്ക്കും സമുദ്ര നീലിമയ്ക്കും കാരണം, അല്ലേ, ഉദയാസ്തമയ സൂര്യൻ്റെ കടും ചുവപ്പ് നിറത്തിന് കാരണമൊക്കെ എന്താണ്? വിസരണമാണ്. അതേപോലെ തന്നെ കുറച്ച് റെയറായിട്ട് വരുന്നൊരു ചോദ്യമാണ് 3D ഫിലിംസിൽ ഉപയോഗിക്കുന്നതും സൺസ്ക്രീനിൽ ഉപയോഗിക്കുന്നതൊക്കെ ഏത് പ്രതിഭാസമാണ്?
പോളറൈസേഷൻ ആണ്. ഏതാണ്? പോളറൈസേഷൻ. 3D ഫിലിംസ് അല്ലേ, 3D ഫിലിംസിലെ കണ്ട സംഭവങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതേപോലെ തന്നെ സൺഗ്ലാസുകൾ, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? പോളറൈസേഷൻ എന്ന പ്രതിഭാസമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രതിഭാസങ്ങൾ ഒരു ചോദ്യം മിക്കവാറും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റൻ എന്താ? യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാ? യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവ് ആണ്. പൊതുവേ എക്സെപ്ഷണൽ കേസിനെ പറ്റി ഇപ്പം ചിന്തിക്കേണ്ട. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവും ലെൻസ് കോൺവെക്സും ആണ്. അതുകൊണ്ടാണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്, പലയിടത്തിൽ നിങ്ങൾ തെറ്റായിട്ട് കാണുന്നു. ഓക്കെ, അതാണ് വലിയ ധാരണ ഇല്ലാത്തൊരു പറയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിക്കാണും. അതുകൊണ്ടാണ് നിങ്ങൾ ചില അതിൻ്റെ അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ചാനലിലൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഇങ്ങനെ ഒരു കാര്യം അവിടെ മനസ്സിലാക്കുക. അവിടെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് ഓരോ കേസും വെച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ല, ഞാൻ എടുത്തില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ എന്തായാലും അവിടെ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്ന ദർപ്പണം കോൺകേവും ലെൻസ് കോൺവെക്സും അങ്ങ് ഉറപ്പിച്ചങ്ങ് പഠിച്ചോ. ഇത് രണ്ടും കഴിഞ്ഞ LDCയിൽ ചോദിച്ചാണ്, ജില്ലകൾ മാറി മാറി വന്നതാ. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാ? കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ്. മാറിപ്പോതെ. കോൺകേവ് ദർപ്പണത്തിന് നമ്മൾ മലയാളത്തിൽ അബദല ദർപ്പണം എന്ന് പറയും. കോൺവെക്സ് ലെൻസിന് നമ്മൾ സംപ്രജന ലെൻസ് എന്ന് പറയും അല്ലേ? ലെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ സംപ്രജന വിഭ്രജന ഉള്ള വാക്ക് കൂടുതൽ യൂസ് ചെയ്യും. മറ്റേതിൽ നമ്മൾ ഉത്തല അബദല എന്നുള്ള വാക്കാണ് കൂടുതലും യൂസ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ. ലെൻസും മിററൊക്കെ നമ്മൾ ഒന്ന് ട്രെൻഡി ടോപ്പിക്സിൽ എടുത്തിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ടിപ്സിലാന്ന് തോന്നുന്നു അല്ലേ? മെമ്മറി ടിപ്സിലാന്ന് തോന്നുന്നു എടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവും ലെൻസ് കോൺവെക്സും ആണെന്ന് ഓർമ്മിക്കുക. നേരെ തിരിച്ച് മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണമാണ് ഏത്? കോൺവെക്സ്. ഇന്ന് ഓർമ്മിക്കുക, മറ്റത് നേരെ തിരിച്ചാന്ന് ഓർമ്മിച്ചാൽ മതി. മിഥ്യാപ്രതിബിംബമാണ് ആരുണ്ടാക്കുക? കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുക, കോൺകേവ് ലെൻസ് ഉണ്ടാക്കുക. ഒന്ന് മാത്രം പഠിക്കുക, നാലുകൂടിയും പഠിച്ചാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്ന പഠിച്ചാൽ മതി, കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ലെൻസും. മിഥ്യ ഉണ്ടാക്കുന്നയാളാണ് നേരെ തിരിച്ച് രണ്ടാളെന്ന് ഓർമ്മിക്കുക. അതേപോലെ തന്നെ പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം ഇല്ലേ? സമതല ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബവും മിഥ്യയാണ്. സമതല ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബം എന്താണ്? മിഥ്യയാണ്. നമ്മൾ യഥാർത്ഥ മോചിത കാണുന്നത് വിചാരിച്ചിട്ട് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത് അതെന്താണ്? മിഥ്യയാണ്. വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള മിഥ്യാപ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതെന്ന് ചോദിച്ചാൽ സമതല ദർപ്പണമാണ് ഉത്തരം. ചോദ്യ സാധ്യതയുണ്ടേ. വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള അല്ലേ, പാർശ്വിക വിപര്യം കാണിക്കുന്ന, സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കും, മിഥ്യാപ്രതിബിംബമാണ് ആരുണ്ടാക്കുക? സമതല ദർപ്പണം ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അത്രയും ചോദ്യങ്ങൾ ശബ്ദവും പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ദെൻ സൗരയൂഥത്തിൽ 2 ചോദ്യം പറഞ്ഞിട്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. അപ്പോൾ സൗരയൂഥവുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാറ്റുവേലയുടെ ശരാശരി ദൈർഘ്യം എന്നുള്ള ചോദ്യമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാറ്റുവേലയുടെ ശരാശരി ദൈർഘ്യം ഏകദേശം 14 ദിവസമാണ്. ഒരു 12-14 ദിവസമൊക്കെയാണ്. PSCക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ 14 ദിവസം പഠിച്ചോ. ഞാറ്റുവേലയുടെ ശരാശരി ദൈർഘ്യം 2 ആഴ്ചയാണെന്നുള്ള ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ശരാശരി ദൈർഘ്യം എത്രയാണ്? 14 ദിവസമാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ അവിടെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ തിരുവാതിര ഞാറ്റുവേല എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടില്ലേ നിങ്ങൾ അല്ലേ? തിരുവാതിര ഞാറ്റുവേല എപ്പോഴുണ്ടാവുക? ജൂൺ ജൂലൈ മാസത്തിലാണ് അല്ലേ? ജൂൺ 22 മുതൽ ഒരു ജൂലൈ 5 വരെയൊക്കെയാണ്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിലാണ് തിരുവാതിര ഞാറ്റുവേല. നല്ല മഴക്കാലത്തല്ലേ, അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാധനമാണ്. പൊളിനേഷനൊക്കെ കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഞാറ്റുവേല എന്ന് ചോദിച്ചാൽ തിരുവാതിര ഞാറ്റുവേലയാണ്. ഓക്കെ, കാർഷിക വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഞാറ്റുവേല ഏത്? തിരുവാതിര ഞാറ്റുവേലയാണ്. മിഥുന മാസത്തിലാണ് കേട്ടോ. ഞാറ്റുവേല കിളിയെ എന്ന പാട്ടൊക്കെ ഇല്ലേ? ഓക്കെ, മിഥുനം സിനിമയിലാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ മിഥുന മാസത്തിലാണ് തിരുവാതിര ഞാറ്റുവേല എന്നുള്ള ഓർമ്മിക്കുക. വേറെ പല ഞാറ്റുവേലകളുണ്ട്, അതിലേക്കൊന്നും നമ്മളിപ്പം പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ വലിപ്പ ചെറുപ്പവും കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെട്ട വർഷം 2006 ഓഗസ്റ്റ് 24. 2006 ഓഗസ്റ്റ് 24 പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെടുകയും അങ്ങനെ നവഗ്രഹങ്ങൾ എന്നുള്ള സങ്കല്പം മാറി അഷ്ടഗ്രഹങ്ങളായിട്ട് മാറുകയും ചെയ്തു അല്ലേ? പിന്നെ 1-2 കാര്യങ്ങൾ അറിയിക്കുക. ക്ഷുദ്രഗ്രഹം കാണപ്പെടുക എവിടെയാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ക്ഷുദ്രഗ്രഹം അഥവാ ആസ്ട്രോയിഡുകൾ കാണപ്പെടുക. ആസ്ട്രോയിഡുകൾ കാണപ്പെടുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് എന്ത് കാണപ്പെടുക? ആസ്ട്രോയിഡുകൾ കാണപ്പെടുക എന്ന് അറിഞ്ഞിരിക്കുക. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഏതാ പാറക്കഷ്ണങ്ങൾ ആണ്? സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പാറക്കഷ്ണങ്ങളെയാണ്, അല്ല അത്തരം ടൈപ്പ് സാധനങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ആസ്ട്രോയിഡ് കാണപ്പെടുക എന്നുള്ളൊരു ഓർമ്മിച്ച് വെക്കേണ്ട സാധനമാണ്. പിന്നെ ഉൽക്കകളെ പറ്റി അറിഞ്ഞിരിക്കുക. ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ എന്താ? ബഹിരാകാശത്ത് നിന്ന് വരുന്നതാണ് അല്ലേ? ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഉൽക്കകൾ എന്ന് പറയാം. മീറ്റിയോറൈറ്റ്സ് അല്ലെങ്കിൽ മീറ്റിയോർസ് എന്നൊക്കെ പറയും. മീറ്റിയോർ, ഉൽക്ക. ഓക്കെ, മീറ്റിയോറൈറ്റ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ എന്ന് പറയും. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന പാറക്കഷ്ണങ്ങളെയാണ് എന്ത് വിളിക്കുക? ഉൽക്കകൾ എന്ന് പറയുക. അതിങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? കത്തി അമർന്നു പോകും അല്ലേ? ഈ ചൂടുള്ള സാധനങ്ങൾ ഉൽക്കകളൊക്കെ അധികം കത്തി അമരി എവിടെ നിന്നാണ്? മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ് അല്ലേ?
തെർമോസ്ഫിയർ, മിസോസ്ഫിയർ ഒക്കെ ഇല്ലേ. അപ്പം കത്തിയമര തണുത്ത മിസോസ്ഫിയറില്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരുവിധം എല്ലാം കത്തിയങ്ങ് അമർന്നു പോകും. അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് ഇവിടത്തേക്ക് പതിക്കുക, ഭൂമിയിലേക്ക് പതിക്കുക. അതിനെയാണ് നമ്മൾ ഉൽക്കാശിലകൾ എന്ന് പറയുക. അതായത് കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഉൽക്കാശിലകൾ എന്ന് പറയും. എന്താണ് ഉൽക്കാശിലകൾ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? ക്ഷീരപഥം അഥവാ മിൽക്കി വേ അഥവാ ആകാശഗംഗയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്, സാധ്യതാ ചോദ്യങ്ങളാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? ക്ഷീരപഥം അഥവാ മിൽക്കി വേ അഥവാ ആകാശഗംഗ എന്നൊക്കെയാണ് അത് അറിയപ്പെടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം, ഉയർന്ന താപനിലയുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഏതാണ്? നീല നിറത്തിൽ കാണപ്പെടുന്നു. മുമ്പ് ഒരു പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ നേരെ തിരിച്ചും ചോദിക്കാം. താഴ്ന്ന താപനിലയുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടും? ചുവന്ന നിറത്തിൽ കാണപ്പെടും. ആ രണ്ട് ചോദ്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഉയർന്ന താപനില ഹോട്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ, നല്ല ഹോട്ട് ആണെങ്കിൽ ബ്ലൂ കണക്ട് ചെയ്യാൻ പറ്റൂലേ? ആണുങ്ങൾക്കെല്ലാം വേഗം കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഹോട്ട് അല്ലേ, ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ ഹോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ നീല നിറത്തിലും താഴ്ന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ ചുവന്ന നിറത്തിലും കാണപ്പെടും എന്നുള്ള അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഈ പ്രായമേറിയ നക്ഷത്രങ്ങൾ ചുവന്നിട്ടാണ് ഉണ്ടാവുക. എല്ലാം ഒരു കോമൺ ആയിട്ട് പറയുന്നതാണ്. നക്ഷത്രങ്ങൾ പ്രായമേറുമ്പോൾ ചുവപ്പ് നിറമാണ്. അതേപോലെ തന്നെ യങ് ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള യങ് ആയിട്ടുള്ള നക്ഷത്രങ്ങളാണ് ബ്ലൂ കളറാണ് ഉണ്ടാവുക. അവിടെയും ഈ സംഭവം തന്നെ ഓർമ്മിച്ചാൽ മതി. പുതിയ ആൾക്കാർ ബ്ലൂ എന്ന് ചിന്തിക്കുക. ഓക്കെ, പ്രായമേറിയ ആൾക്കാർ ചോരയും നീരൊക്കെ പറ്റി എന്ന് ചിന്തിച്ചാൽ മതി, റെഡ്. ഓക്കെ, ആ രീതിയിൽ ആ 4 ചോദ്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. പിന്നെന്താ, അത് ആ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഓർമ്മിക്കുക. പിന്നെ ഇതുകൂടെ ഒന്ന് ചിന്തിച്ചേക്കുക, നക്ഷത്രങ്ങളുടെ അന്ത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചന്ദ്രശേഖർ ലിമിറ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചന്ദ്രശേഖർ പരിധി എന്ന് പറയില്ലേ, സുബ്രഹ്മണ്യം ചന്ദ്രശേഖറാണ് അവതരിപ്പിച്ചത്. 1953 ഫിസിക്സ് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ആര്? നമ്മുടെ എസ് ചന്ദ്രശേഖർ അഥവാ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. സി വി രാമൻ്റെ മരുമോനാണ് അല്ലേ, അമ്മാവനും മരുമോനാണ് നോബൽ സമ്മാനം കിട്ടിയ, ഭൗതിക നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യക്കാരായിട്ടുള്ള അമ്മാവനും മരുമോനാണ് ആര്? സി വി രാമനും എസ് ചന്ദ്രശേഖറും. നക്ഷത്രങ്ങളുടെ അന്ത്യവുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖർ പരിധി ആവിഷ്കരിച്ചു. ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1.44 ടൈംസ് ഓഫ് മാസ് ഓഫ് സൺ. സൂര്യൻ്റെ 1.44 മടങ്ങിൽ കൂടുതൽ മാസ് ഉള്ള ആളുകളാണെങ്കിൽ അതെന്തായിട്ട് അവസാനിക്കും? അത് സൂപ്പർനോവ സ്ഫോടനം നടന്നിട്ട് ഒന്നുകിൽ ന്യൂട്രോൺ സ്റ്റാറുകളായിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകളായിട്ടോ മാറും. സൂപ്പർനോവകളായിട്ട് അല്ലെങ്കിൽ സൂപ്പർനോവ സ്ഫോടനം നടന്നിട്ട് ഒന്നുകിൽ ന്യൂട്രോൺ സ്റ്റാറുകളായിട്ട് മാറും. മാസ് അല്ലേ, അതിൻ്റെ മാസിനനുസരിച്ചുള്ള കാര്യമാണത്. അതായത് 1.44 മടങ്ങാണ്. സൂര്യൻ്റെ 1.44 മടങ്ങിൽ കൂടുതലാണെങ്കിൽ സൂപ്പർനോവകളായിട്ടും കുറവാണെങ്കിൽ എന്തായിട്ട് മാറും? ബ്ലാക്ക് ഡ്വാർഫായിട്ട് മാറും. പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ട് അവസാനം ബ്ലാക്ക് ഡ്വാർഫ്, കറുത്ത കുളൻ അല്ലേ, ബ്ലാക്ക് ഡ്വാർഫായിട്ട് മാറും. ദെൻ 1.44 മടങ്ങിൽ കൂടുതലാണെങ്കിൽ, അതിനേക്കാളും വലിയ നക്ഷത്രങ്ങളാണെങ്കിൽ അതെന്തായിട്ട് മാറും? സൂപ്പർനോവ സ്ഫോടനം നടന്നിട്ട് ഒന്നുകിൽ ന്യൂട്രോൺ സ്റ്റാറുകളായിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകളായിട്ടോ മാറും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതിൽ തന്നെ സൂപ്പർനോവകളിൽ എന്താണ് കുറവ് മാസുള്ളതാണ് ന്യൂട്രോൺ സ്റ്റാറുകളായിട്ട് മാറുക. താരതമ്യേന മാസ് കൂടുതലാണെങ്കിൽ ബ്ലാക്ക് ഹോളുകളായിട്ടും മാറും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഫിസിക്സ് നോബൽ പ്രൈസ് ചന്ദ്രശേഖറിന് ലഭിച്ചത് 1983 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. നക്ഷത്രങ്ങളുടെ അന്ത്യവുമായി ബന്ധപ്പെട്ട ചന്ദ്രശേഖർ പരിധി ആവിഷ്കരിച്ചതിനാണെന്ന് നിങ്ങൾക്കറിയാം. നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന എവിടെയാണ്? നെബുലയാണ് കേട്ടോ. നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് ആണ്. അതെന്താണ്? നെബുല എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഗ്രഹങ്ങളുടെ വലിപ്പ ചെറുപ്പവും പിന്നെ വിശേഷണങ്ങളും കാര്യങ്ങളൊക്കെ, ചുവന്ന ഗ്രഹം ചൊവ്വ, നീലഗ്രഹം ഭൂമി അല്ലേ, ഹരിതഗ്രഹം യുറാനസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫിസിക്കൽ സയൻസിലുള്ള 12 ടോപ്പിക്കുകളിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങൾ, ഒരു സാധ്യത ചോദ്യങ്ങൾ 30 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. അതിൻ്റെ എത്രയോ മടങ്ങ് ചോദ്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്കൽ സയൻസിൻ്റെ മൊത്തത്തിലുള്ള ഒരു റിവിഷനാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഫിസിക്കൽ സയൻസിൽ നിങ്ങൾക്കൊരു റിവിഷൻ നടത്തിത്തരാൻ അല്ലെങ്കിൽ ഒരു ക്രാഷ് ക്ലാസ് പോലെ നടത്തിത്തരാൻ പറ്റില്ല നമുക്ക്. ഇത് തന്നെ ഇപ്പോൾ എത്ര സമയമായി? എത്രയോ സമയമായിട്ടുണ്ട്. അപ്പം വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് മാർക്കുകൾ കിട്ടണമെന്ന ഉത്തമമായ ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ സയൻസിൽ ഫിസിക്കൽ സയൻസിലും 10 20 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി നമ്മൾ ഈ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിനുള്ള പരിശീലനത്തിൽ നമ്മൾ കാണും എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയുകയാണ്. ഓക്കെ, ബൈ.